ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. തുടർന്ന് ശുശ്രൂഷിക്കാതെ ഇനി എന്റെ കുറവെന്ത് എന്നതിനെ കുറിച്ച് വിശാലമായ രണ്ട് ചിന്തകൾ നമ്മൾ പഠിക്കുകയായിരുന്നു. ഒന്ന്, പരിശുദ്ധ തൃത്വത്തോടുള്ള നമ്മുടെ ആന്തരിക രമ്യം. രണ്ട്, ത്രിവിധ ഘടകങ്ങളുടെ സുതാര്യത. ഏതാ ത്രിവിധ ഘടകങ്ങൾ? ആത്മാവദേഹി, ദേഹം. ഈ മൂന്നും ദൈവമുൻപാകെ സുതാര്യമായി സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ശൈഥല്യം സംഭവിക്കും. മൂന്നാമതൊരു കാര്യം കൂടെ എഴുതിയിട്ട് നമുക്ക് ആ ടോപ്പിക്ക് അടുത്ത ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മൂന്നാമത്തേത് കൃപാത്രയങ്ങളുടെ നിർവഹണം. കൃപാത്രയങ്ങളുടെ നിർവഹണം. കൃപാത്രയങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഇല്ല. ബൈബിൾ ക്ലാസ്സിലാണ് അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുക. കൃപാത്രയങ്ങൾ. കൃപാത്രയങ്ങൾ എന്തായിരിക്കും എന്നൊരു മുഖം പറയാം. എന്തിനെയാണ് കൃപാത്രയങ്ങൾ എന്ന് പറയുന്നത്? കൃപാത്രയങ്ങൾ നമ്മിലെ ത്രിവിധ ഘടകങ്ങൾ ആത്മാവദേഹി, ദേഹം എന്ന മൂന്ന് കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ കൃപാത്രയങ്ങൾ എന്തുമായിരിക്കണം? അതാണല്ലോ പരിശുദ്ധ തൃത്വം. സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതാണ് കൃപാത്രയങ്ങൾ. 1 കൊരിന്ത്യർ 13-13 വാക്യം. 13-14 പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളുടെ പേരാണ് കൃപാത്രയങ്ങൾ. കൃപയിലെ 3 ഉൽപ്പന്നങ്ങളാണ്. ഏതൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, ഇത് 3ഉം സൂക്ഷിക്കുന്നതിനും അതിൻ്റെ അനുസൃതമായ നിർവഹണത്തിനും പിഴവറ്റരുത്. എങ്കിലും കുടുംബവും സഭയും സമൂഹവും ഒക്കെ നന്നാകും. വിശ്വാസം, പിന്നെ പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യങ്ങളും ഏറ്റവും മനോഹരമായ നിലയിൽ നിർവഹിക്കാൻ നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, വിശ്വാസ സംസ്കാരം തനിമയോടെ സൂക്ഷിക്കാൻ പറ്റും. ഓരോന്നിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. 3 കാര്യങ്ങൾ എഴുതിയോ? ഏതൊക്കെയാണ്? കൃപാത്രയങ്ങളുടെ നിർവഹണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? വിശ്വാസം. ഏത് വാക്യം എഴുതി? 13-13 വാക്യം. ഓക്കെ. വിശ്വാസം എന്ന് പറയുന്നതിന് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള സംഗതി വിശ്വാസം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുകയാണ്. അങ്ങനെ വാക്യം വായിച്ചിട്ടുണ്ടോ? എവിടെയാ? അല്ല, 2 കൊരിന്ത്യർ 13. 2 കൊരിന്ത്യർ 13.
2 Corinthians 13:15 നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ. അപ്പോൾ നമ്മൾ വിശ്വാസത്തിലാണോ എന്നതിനെ കുറിച്ച് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. 2 Corinthians 13:5 വിശ്വാസവുമായി ബന്ധപ്പെട്ട കനത്തോട് ചിന്ത പറയാം. ശ്രദ്ധിക്കണം, എല്ലാവരും ഓർത്തുകൊള്ളണം. വിശ്വാസത്തിലാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയുന്നത് ഗലാത്യ ലേഖനം 3:23, 3:25 ഈ 2 വാക്യങ്ങളെ നാം പഠിക്കണം. ഗലാത്യ ലേഖനം 3:23 വിശ്വാസം വരും മുൻപേ, ആ ഭാഗം മാത്രമല്ല, വിശ്വാസം വരും മുൻപേ. ഇനി 3:25 വാക്യം നോക്കി. വിശ്വാസം വന്ന ശേഷമോ എന്ന് പറഞ്ഞാൽ ആ 2 ഭാഗങ്ങളെ ശ്രദ്ധിച്ചു പഠിക്കണം. വിശ്വാസം വരും മുൻപേ നമ്മളിലൊരു സംസ്കാരം ഉണ്ടായിരുന്നു. വിശ്വാസം വന്ന ശേഷം നമ്മളിലൊരു സംസ്കാരമുണ്ട്. 2 വിശ്വാസം വരും മുൻപേ ഉള്ള സംസ്കാരം സ്വഭാവത്തിന്റെ അനുഭവത്തിൽ തന്നെയാണ്. വിശ്വാസം വന്ന ശേഷവും അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വാസത്തിലല്ല. ഒന്നുകൂടെ വ്യക്തമായി പറയാം. ഒരിക്കൽ ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് അവന്റെ സ്വഭാവം അധമമായിരുന്നു. ഏതാണ്? വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഉത്തമമാണ്. മനസ്സിലായി? അധമമായത് വിട്ട് എവിടോട്ട് വരണം? അതാണ് വിശ്വാസത്തിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നത്. അധമമായത് പറയുന്നില്ല, അധമമായത് ചെയ്യുന്നില്ല, അധമമായ സ്വഭാവത്തിലേക്ക് പോകുന്നില്ല, വൈകൃതങ്ങളിലേക്ക് പോകുന്നില്ല, ബന്ധങ്ങളിൽ അപമത്വമില്ല. എന്താ ഉള്ളത്? പിന്നെ ഉത്തമത്വമാണ്. ഉത്തമ സ്ത്രീ, ഉത്തമ പുരുഷൻ, ഉത്തമരായ കുഞ്ഞുങ്ങൾ, ഉത്തമത്വമുള്ള വ്യക്തിത്വം. മനസ്സിലായോ? അതാണ് വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്നുള്ള തെളിവ്. അപ്പോൾ ഗലാത്യ ലേഖനം 3:23 3:25 ഇടയിൽ നമ്മൾ നമ്മളെ ഇരുത്തണം. എന്നിട്ട് ചിന്തിക്കണം, വിശ്വാസം വരും മുമ്പേ ഉള്ള എന്നിലെ സ്വഭാവ ദൂഷ്യങ്ങൾ ഇപ്പോഴും എന്നിലുണ്ടോ? വിശ്വാസം വന്ന ശേഷം എന്തെങ്കിലും പുതുക്കം വന്നിട്ടുണ്ടോ? കൺവേർഷൻ എന്നിലുണ്ടായിട്ടുണ്ടോ? അതാണ് വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് തെളിവ്. അപ്പൊ വിശ്വാസം വരും മുൻപേ അധമമാണ്. വിശ്വാസം വന്ന ശേഷം ഏതാണ്? സംഭാഷണത്തിൽ തെളിയണം, പ്രവർത്തനങ്ങൾ തെളിയണം, ഇടപാടുകൾ തെളിയണം, സ്നേഹത്തിൽ തെളിയണം, എല്ലാ മണ്ഡലങ്ങളും അത് തെളിയണം. മനസ്സിലായില്ലേ? അവിടെ നിന്ന് വഴക്കുണ്ടാക്കാൻ, പിടിച്ചു പറയാനും, തല്ലി പൊളിക്കാനും, ചപ്പി തുറക്കാനും ഒന്നും നിൽക്കുന്നില്ല. വിശ്വാസത്തിൽ വന്നവൻ, വിശ്വാസത്തിൽ വന്നവൻ വിട്ടുകൊടുക്കുന്നു, സഹിക്കുന്നു, പൊറുക്കുന്നു, കാണുന്നു. അതാണ് വിശ്വാസത്തിൽ വന്നു എന്നുള്ളതിന്റെ സംസ്കാരം. ഇത് വിശ്വാസത്തിൽ വന്നു എന്ന് അവകാശപ്പെടുന്നതിന് തന്നെ നിൽക്കുക. അപ്പൊ പിന്നെ എങ്ങനെ വിശ്വാസത്തിലാണെന്നുള്ളതിന്റെ തെളിവുണ്ട്? ക്ഷമിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. വിശ്വാസത്തിൽ വന്നവനെ ഭാര്യയും ഭർത്താവും ഒരിക്കലും കുടുംബ കോടതി നിൽക്കുക. വിശ്വാസത്തിൽ വന്നവന് ആഴ്ചയാഴ്ച പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടുക. വിശ്വാസത്തിൽ വന്നവനും പ്രാർത്ഥനാ മുറിയിലല്ല, അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ പോയി നിൽക്കുക. അപ്പൊ വിശ്വാസത്തിൽ അല്ലാത്തവരും വിശ്വാസത്തിൽ വന്നവരും തമ്മിൽ എന്തോ ഇല്ല, വ്യത്യാസമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വിശ്വാസത്തിൽ വരാത്തവർക്ക് അങ്ങോട്ട് അടിപ്പിടി പകർന്നും കേസും പഠിക്കാൻ ലോകമൊക്കെ കോടതിയുണ്ട്. വിശ്വാസത്തിൽ വന്നവർക്ക് അതാണെങ്കിൽ തമ്മിൽ വ്യത്യാസമില്ല. അവിടെയാണ് 2 Corinthians 13:5 നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. വേറെ ആണെങ്കിലും ശോധന ചെയ്യല്ല, നാം നമ്മെ ശോധന ചെയ്യണം. വിശ്വാസം. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഓർത്തോളം ഒരു സംസ്കാരമാണ്. വിശ്വാസം ഒരു ഉത്തമ സംസ്കാരമാണ്. വിശ്വാസത്തിന്റെ ഒരു എബ്രായ പദം കേട്ടിട്ടുണ്ടോ? വിശ്വാസം എന്ന നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗത്തിന്റെ എബ്രായ പദം, അതാണ് ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ പദം. എമുന്നാഹ് എന്ന പദമാണ്. എമുന്നാഹ്, EMUNNAH, എമുന്നാഹ്. അതാണ് എന്തോന്ന്? വിശ്വാസം. ഹീബ്രു വേണം. ബൈബിൾ പഠിക്കുന്നത് ഹീബ്രു കോണ്ടക്സ്റ്റിൽ തന്നെ പഠിക്കണം, എങ്കിൽ അർത്ഥത്തിന്റെ പൂർണ്ണത നമുക്ക് കിട്ടുള്ളൂ. മലയാളത്തിൽ മാത്രം ബൈബിൾ പഠിക്കാൻ നിൽക്കരുത്. മലയാള വിവർത്തനത്തിന് അത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിക്കണം. എന്നിട്ട് അതിന്റെ റൂട്ട് വേർഡ്, മൂലപദം പഠിക്കണം. അപ്പൊ വിശ്വാസം എന്നുള്ളതിന്റെ റൂട്ട് വേർഡ് ഏതാണ്? യമുന്നാഹ്. യമുന്നാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പറയാം. നാം സ്വീകരിച്ച നിലപാടിനോട് നമ്മുടെ ആത്മാവും ദേഹവും ഒരേപോലെ പ്രതികരിക്കുന്ന നിലപാടാണ് വിശ്വാസം. നമ്മൾ സ്വീകരിച്ച ഒരു തത്വം, നമ്മൾ അംഗീകരിച്ച ഒരു വ്യക്തിയെ നമ്മുടെ ആത്മാവിലും നമ്മുടെ ദേഹിയിലും നമ്മുടെ ദേഹത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതിനാണ് എന്താ പറയുക? വിശ്വാസം. ഇപ്പൊ ദൈവം എന്ന് പറയുന്ന ഒരു സത്യം, ക്രിസ്തു എന്ന ഒരു സത്യം നമ്മുടെ ആത്മാവിനെ സ്വാധീനിക്കണം, നമ്മുടെ ദേഹിയെ സ്വാധീനിക്കണം, നമ്മുടെ ദേഹത്തെ സ്വാധീനിക്കണം. ഈ 3 മണ്ഡലങ്ങൾ
ഘടകങ്ങളെ സ്വാധീനിക്കുമ്പോൾ മാത്രമേ വിശ്വാസം അതിന്റെ പൂർണ്ണത വരുള്ളൂ. ഉദാഹരണം പറയാം. കൽദയരുടെ ഊരിൽ വെച്ച് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി. ദൈവം എന്ന് പറയുന്ന ഒരു പുതിയ അറിവിലേക്ക് അബ്രഹാം വരുന്നു, ഒരു പുതിയ ആ അനുഭവത്തിലേക്ക് വരുന്നു. ആ അനുഭവം ആത്മാവിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ദേഹി മണ്ഡലത്തിലും ആ വിചാരം വന്ന് വ്യാപരിക്കുന്നു. ദേഹമണ്ഡലത്തിലൂടെ വിചാരം വന്ന് വ്യാപരിച്ചത് കൊണ്ടാണ് കൽദയരുടെ ഊരിൽ വിട്ട് യാത്രയാകാൻ ശരീരം തയ്യാറാകും. അല്ലെങ്കിൽ എന്തോ ഇതന്നെ കൽദയരുടെ ഊരിൽ തന്നെ ഒരു വണ്ടി വെച്ച് അവിടുത്തെ പാസ്സായിട്ട് പുള്ളി തുടങ്ങാൻ കുടുംബക്കാർ 10 പേരെ കിട്ടിയാൽ അവിടെ എന്തോ ചെയ്യാം, സഭ പണിയാം. രക്ഷിക്കപ്പെട്ടിട്ട് തട്ടകം വിടാതെ അവിടെ തന്നെ നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? മനസ്സിലായി? സ്നാനപ്പെട്ടിട്ട് അവിടെ തന്നെ നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? പുറത്തു വന്നിട്ടില്ല. അവരുടെ ദേഹത്തിലേക്കോ ദേഹിയിലേക്കോ എന്തോ വ്യാപരിച്ചില്ല, വിശ്വാസം വ്യാപരിച്ചില്ല. വിശ്വാസം ആത്മാവിലും ദേഹിയിലും ദേഹത്തിലും വ്യാപരിക്കണം, എങ്കിലും അത് യമുന്നാവുകയുള്ളൂ. യമുന്ന വിശ്വാസം എന്നുള്ളതിന് മലയാളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നിർവചനമുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? വിശ്വാസം എന്നുള്ളതിന് മലയാളത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു നിർവചനം: നിരീക്ഷണ, പരീക്ഷണ, ഗവേഷണ, അന്വേഷണങ്ങളില്ലാതെ ഒരു വസ്തുതയെ നിരുപാധികം ഉൾക്കൊള്ളുന്നതാണ് വിശ്വാസം. മനസ്സിലായോ? പോയി നിരീക്ഷിക്കോ, പരീക്ഷിക്കോ, ഗവേഷണം ചെയ്യുകയോ, അന്വേഷണം ചെയ്യുകയോ ചെയ്യാതെ ഒരു വസ്തുത എന്തോ ചെയ്യാണ് നമ്മളങ്ങ് ഉൾക്കൊള്ളുകയോ. ഞാൻ ഇതിനെ കാണിപ്പാనికి ദേശത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞു. ആ ദേശം ഏതാണ്, അവിടുത്തെ കാലാവസ്ഥ എന്താ, അവിടുത്തെ കൃഷിരീതി എന്താ, അവിടുത്തെ ആളുകൾ എന്താ, അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി എന്താ, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ രീതി എന്താ, ഇതൊന്നും പോയി അന്വേഷിക്കുന്നില്ല. ഒറ്റ പോകാൻ പോകുക. ഇത് തന്നെയാണ് നമ്മുടെ ബുക്ക്. മനസ്സിലായോ? പുതിയ ചേരിയിൽ പോയി കണ്ടിട്ടാണോ നമ്മുടെ പുതിയ ചേരിയിൽ എത്തുന്നാലും ഓർക്കുമ്പോഴെന്ന് പറഞ്ഞു? അല്ല. ഇമ്പങ്ങളുടെ തീരുമെന്നൊക്കെ പറഞ്ഞ സ്വച്ഛ തങ്ക നിർമ്മിത വീതികൾ എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. അതിനെ നമ്മൾ പോയി കണ്ടവരാരും നമ്മളോട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സന്തോഷ് കൂടെ ലോകമാസത്തിൽ ചുറ്റി സഞ്ചരിച്ചിട്ട് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ആഫ്രിക്ക ഇങ്ങനെ, ഇന്തോനേഷ്യ ഇങ്ങനെ, തായ്ലൻഡ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി സ്വർഗത്തിൽ പോയവരാരും. പൗലോസ് പോയിട്ട് സ്വർഗത്തിൽ പോയിട്ട് നമ്മളോട് പിന്നെ ലേഖനം കണ്ടു എഴുതിയിട്ടുണ്ട്. 3-ാം സ്വർഗത്തിൽ പോയ ഒരു ആത്മാവിന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഈ വസ്തുതകൾ കൊണ്ട് നമ്മൾ അറിഞ്ഞ വസ്തുതയെ നമ്മൾ നിരുപാധികം എന്തോ ചെയ്യുന്നു. അന്വേഷണമോ നിരീക്ഷണമോ പരീക്ഷണമോ ഗവേഷണമോ ഇല്ലാതെ നിരുപാധികം നമ്മൾ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യം, അതാണ് വിശ്വാസം. അതിനകത്ത് പിഴവ് വരാൻ പാടില്ല. അതാണ് എന്റെ വിശ്വാസം വലിയത്. എന്റെ മകനെ ഞാൻ ഇവിടെ അർപ്പണം ചെയ്ത എന്റെ കുഞ്ഞിനെ തിരികെ തരാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ ആരെങ്കിലും അർപ്പണം ചെയ്ത് തിരികെ വാങ്ങിച്ചിട്ടുള്ള ചരിത്രമൊന്നുമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് അത് കഴിയും. അതാണ് തീക്ഷ്ണമായ വിശ്വാസം. അതിനകത്ത് നിരീക്ഷണ പരീക്ഷണം ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ ആരെങ്കിലും മോനെ യാപ്പ അർപ്പിച്ചിട്ട് തിരിച്ചു കിട്ടിയതിന്റെ ചരിത്രമല്ലോ ഉണ്ടോ അന്വേഷിച്ചിട്ടൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. നമ്മളൊരു സാധനം യൂട്യൂബിൽ കണ്ടാൽ പോലും അത് വാങ്ങിച്ചവരുടെ പ്രതികരണമായിട്ട് അടിയിൽ നമ്മൾ നോക്കാറുണ്ട്. എത്ര പേര് വാങ്ങിച്ചു, ഈ ഉൽപ്പന്നം എത്ര പേര് വാങ്ങിച്ചു, അവരുടെ അഭിപ്രായം എത്രയാണ് എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്. ഒരു ഹോട്ടലിനെ കുറിച്ച് ഗൂഗിൾ നമ്മളോട് പറഞ്ഞ് അതിൽ കയറി കഴിച്ചവരുടെ അഭിപ്രായം നമ്മൾ തപ്പാറുണ്ട്, അല്ലേ? അല്ലെങ്കിൽ അതിനോട് നാട്ടിനോടോ മറ്റനോടോ മച്ചപ്പയോട് ചോദിക്കും, അവിടെ പോയി കഴിച്ചിട്ടുണ്ടോ, ഉണ്ട്, എങ്ങനെയുണ്ടോ, ഇവിടുത്തെ ടേസ്റ്റാണോ? ആണ്. എന്നാലും നമ്മൾ അങ്ങോട്ട് വണ്ടി ഡ്രൈവ് ചെയ്യും. ഇത് അങ്ങനൊന്നുമില്ലാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ നിർവഹണത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. അത് ഇത് പഠിക്കുമ്പോഴും പുറത്ത് കുടുംബ പശ്ചാത്തലം ചിന്തിക്കണം. ഭർത്താവിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റണം, ഭാര്യ അങ്ങനെ വിശ്വസിക്കാൻ പറ്റണം. അങ്ങനെ നമ്മൾ ഭാര്യ വിശ്വസിക്കുന്നു, ഭർത്താവിനെ വിശ്വസിക്കുന്നു, മക്കളെ വിശ്വസിക്കുന്നു, മാതാപിതാക്കളെ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിനകത്ത് അവരായിട്ട് വിശ്വാസവഞ്ചന ചെയ്താൽ അവരെ പണി കൊടുത്തോളൂ. നമ്മൾ പണികൊണ്ടാക്കാനൊന്നും നിൽക്കേണ്ടതായിരുന്നു. ഞാൻ 100% നിങ്ങളോട് വിശ്വസിച്ചു, നിങ്ങൾ എന്നോട് വിശ്വാസം പാചകം ചെയ്തു. നമ്മുടെ ഇടയിൽ ആര് വിധിക്കണം? ദൈവം വിധിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ കാര്യം ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്താൽ മതി. കാര്യം കൈകാര്യം ചെയ്തു. വിശ്വാസപാതകം ചെയ്ത ഒരു ഭർത്താവിനെ, വിശ്വാസപാതകം ചെയ്തൊരു ഭാര്യയെ മനസ്സുകൊണ്ട് നീറ്റലനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ നീറ്റലിനും കൊയ്ത്ത് നടക്കാതെ പോകത്തില്ല. 100% നമ്മെ വിശ്വസിച്ചുകൊണ്ട് നമ്മോട് കൂടെ കൂടി, പക്ഷേ അവസരത്തിന്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് ഭാര്യയെ ചതിച്ചു, ഭർത്താവിനെ ചതിച്ചു, മമ്മിയെ ചതിച്ചു, മക്കൾ പപ്പയെ ചതിച്ചു. ആ ചതിവിന് പരിഹാരം അത് നാം കൊയ്യാതോട് പോകത്തില്ല. കാരണം ആ മനസ്സൊരുക്കത്തിന് പകരം ആരാ കൊടുക്കുക? ദൈവമാണ് കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഊരിയാവെന്ന് പറയുന്ന വിശ്വസ്തനായിരിക്കുന്ന തന്റെ സഹഭൃത്യന്, തന്റെ പടയാളിയുടെ, തന്റെ ഓഫീസ് നിർവഹണത്തിൽ നിലകൊള്ളുന്ന മഹത്തായ ഒരു മനുഷ്യന്റെ
ഭാര്യയെ സ്വന്തമാക്കിയ ദാവീദ് കൊയ്തു കൂട്ടിയ ദോഷങ്ങൾ എത്രയെന്നറിയോ? മനസ്സിലാകുന്നുണ്ടോ? അവിശ്വസ്തത ആര് കാണിച്ചാൽ, കുടുംബജീവിതത്തിലോ സഭാ ജീവിതത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ ബന്ധങ്ങളോ അവിശ്വസ്തത കാണിച്ചാൽ കൊയ്ത്തുണ്ട്. കുടുംബസമാഗമമായതുകൊണ്ട് അതോടെ കൂട്ടിച്ചേർത്ത് പറയും. കേൾക്കണോ നിങ്ങൾക്ക് അധ്യായത്തിന്റെ വിശേഷത? അധ്യായങ്ങളുടെ ആവിഷ്കാര ഭംഗി ദൈവാത്മാവത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതറിയാം. 2 ശമൂവേലിൽ 11-ാം അധ്യായം 12-ാം അധ്യായം ദാവീദിന്റെ വ്യഭിചാര വൃത്താന്തമാണ്. എത്ര? 2 ശമൂവേൽ 11, 12. 11-ലാണ് ദാവീദ് ഊരിയാവിന്റെ ഭാര്യയുടെ ശരീരശാസ്ത്രം ആസ്വദിക്കുന്നത്, പാപം ചെയ്യുന്നത്. 12-ൽ നാഥാൻ വന്നവനെ ശകാരി, ആ മനുഷ്യൻ നീ തന്നെ. നാഥാന്റെ ശകാരം. ഈ 2 അധ്യായങ്ങൾ ദാവീദിന്റെ പാപവൃത്താന്തമാണ്. 13-ാം അധ്യായം എങ്ങനെ തുടങ്ങുന്നതെന്ന് വായിച്ച് 1-ാം വാക്യം മാത്രം. അതിന്റെ ശേഷം സംഭവിച്ചത് അത്ര മതി, ഇനി വായിക്കണ്ട. ഇനിയും വ്യക്തിപരമായി സ്വകാര്യമായി വായിച്ചാൽ മതി. അങ്ങനെ പരസ്യമായി വായിക്കാനുള്ള വായിക്കാനുള്ള സാധനമല്ല 13-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ തുടക്കം അതിന്റെ ശേഷം സംഭവിച്ചത്. അതിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഏതിന്റെ ശേഷം? ദാവീദിന്റെ വ്യഭിചാരത്തിന് ശേഷം. 1-ലധികം ഭാര്യമാർ ഉണ്ടായിരുന്നിട്ടും, അന്തപുരത്തിൽ റാണിമാർ 1-ലധികം ഉണ്ടായിരുന്നിട്ടും അന്യ സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട ദാവീദ് ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ശേഷം സംഭവിച്ചത് എന്തുവെന്നറിയാമോ? ദാവീദിന്റെ മകളെ നശിപ്പിക്കുന്ന അധികാരം. സ്വന്തം കുഞ്ഞുമക്കളെ ആങ്ങളെ നശിപ്പിക്കുക. അപ്പൻ അന്യ സ്ത്രീയുമായി ചെയ്ത വ്യഭിചാരം മക്കൾ വീട്ടിനകത്തേക്ക്. അപ്പൻ രാത്രി ചെയ്ത പാപം മക്കൾ നട്ടുച്ചയ്ക്ക് വീട്ടിൽ ചെയ്യും. അവിടെ പറഞ്ഞ കൊയ്ത്തില്ലാതെ പോകത്തില്ല. അപ്പനാ അമ്മയാ കാര്യമൊക്കെ ശരിയാ, ദൈവദാസനാ ദൈവദാസിയാ കാര്യമൊക്കെ ശരിയാ. നമ്മൾ രഹസ്യമായി ചെയ്തു കൂട്ടിയ സകല ദോഷങ്ങൾ തലമുറയിലേക്ക് മാറും. അതുകൊണ്ട് വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ നിൽക്കുമ്പോൾ തന്നെ ഓർത്തോണം, അതിനകത്ത് സംശുദ്ധമായ നിലപാട് കാത്തണം. ഞാനൊരു കാര്യം പറയാം. ഈ സംഗമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളായ 112-ാം സങ്കീർത്തനം എടുത്ത് നമ്മുടെ നേരെ വിധിക്കരുത്. 112-ാം സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, നേരുള്ളവന്റെ തലമുറ നിന്റെ കൂട്ടുകാരന്മാരെല്ലാം രക്ഷപ്പെട്ടു, കൂട്ടുകാരികൾ രക്ഷപ്പെട്ടു, നീ മാത്രമേ എന്നാ ഇങ്ങനെ എന്ന അപ്പൻ മകനെയോ മകളെയോ വിധിക്കുമ്പോ 112-ാം സങ്കീർത്തനത്തിൽ പറയാ, പപ്പ നേരുള്ളവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ അനുഗ്രഹിക്കപ്പെടാതെ പോയത് പപ്പയുടെ നേരുകളുണ്ടാകുക. അതിവലിയ സുപ്രീം കോടതിയൊന്നുമില്ല. ഞാൻ വളരെ ഭയത്തോടെ പറയാം, നമ്മുടെ ജീവിതത്തിൽ എന്തോ വരരുത്, നേരുകൾ വരരുത്. വിശ്വാസത്തിന്റെ തനത് സംസ്കാരത്തിൽ തന്നെ തുടരാൻ പറ്റും. വിശ്വാസത്തിന് സംശുദ്ധമായ സംസ്കാരം. ആ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അതിന്റെ കൊയ്ത്ത് ആർക്കാ വരുന്ന തലമുറയിലേക്ക് അത് വരാൻ പാടില്ല. ശാന്തമായി കണ്ണടയ്ക്കാൻ പറ്റണം. എന്റെ പപ്പ എന്റെ റോൾ മോഡലായിരുന്നു, എന്റെ മമ്മി എന്റെ റോൾ മോഡലായിരുന്നു, എന്റെ മക്കൾക്ക് എന്നും അഭിമാനത്തോടെ പറയാൻ അങ്ങനെ പറ്റണം. അത് ഏറ്റവും പ്രധാനം. ഞാൻ കഴിഞ്ഞ ദിവസം 30 കൺവെൻഷനായിരുന്നു. 30 കൺവെൻഷനിൽ ഞാൻ പോയ അന്ന് രാത്രി ഞാൻ തങ്ങിയത് അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ KV വോൾക്കി. അനുഗ്രഹീത മനുഷ്യൻ, ജീവിതത്തിൽ പരിക്ക് പറ്റാത്തൊരു മനുഷ്യൻ, അക്ഷരമില്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹം പറയുക, ഞാൻ ഒന്നും സമ്പാദിച്ചിട്ട് വാസം, ഒന്നും സമ്പാദിച്ചില്ല. എൻ്റെ പപ്പ എല്ലാം സമ്പാദിച്ചു വെച്ചിട്ട് പോയി. അതേ ഒരു കൊടിയ റൗഡിയും ഒക്കെ വല്ലാത്ത തല്ലിപ്പൊളിയായിരുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ട ശേഷം അദ്ദേഹം ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായി ഞങ്ങൾ അനുഭവിക്കുന്നു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. മാതാപിതാക്കളെ കുറിച്ച് തലമുറയിൽ പറയണം. എൻ്റെ മമ്മിയുടെ ദോഷമുണ്ട്, എൻ്റെ പപ്പയുടെ ദോഷമുണ്ട്, ഞങ്ങളിങ്ങനെ ശിഥിലമായി പോയതെന്ന് ആരും പറയുന്നു. മമ്മിയുടെ അവിശ്വസ്തത പപ്പയുടെ അവിശ്വസ്തതയാണ് ഞങ്ങളെ ഇങ്ങനെ വഴിയാധാരമാക്കിയതെന്ന് ആരും പറയുന്നു. മക്കൾക്ക് ദോഷം സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഈ ലോകത്തിന്റെ തിന്മകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ കണ്ണീരോട് പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ അവരുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരാതിരിക്കാൻ നാം നേരോട് നടക്കണം. 5 നയ പൈസയ്ക്ക് ഒരു വിധത്തിലുള്ള വ്യാജവും ചെയ്യരുത്. കുഞ്ഞുങ്ങളെ ആ നിലയിൽ കൊണ്ടുവരികയും ചെയ്യണം. അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. എല്ലാവരോടും ഞാൻ പറയാം, നമ്മൾ അനുഭവിക്കുന്ന പെന്തക്കോസ്തിന് പകരക്കാരായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരണം.
പകരമെന്ന പദം മറക്കരുത്. നമ്മുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അഭിഷേകത്തിന് പകരക്കാരാകണം നമ്മുടെ കുഞ്ഞുങ്ങൾ. പകരമെന്ന പദമുള്ള 3 വാക്യങ്ങൾ ഞാൻ തരാം. പകരം, പകരം, പകരം. പൗരോഹിത്യത്തിന് പകരം വേണം. നമ്മുടെ മേൽ ദൈവം ഒരു പൗരോഹിത്യത്തിന്റെ അഭിഷേകം പകർന്നിട്ടുണ്ട്. ഇത് നമ്മളെ കൊണ്ട് എന്തോ ചെയ്യരുത്, തീർന്നു പോകരുത്. ആരിലേക്ക് വ്യാപരിക്കണം? തലമുറയിലേക്ക് വ്യാപരിക്കണം. ആമ്പിള്ളേരുടെ ഉപദേശമാരാകണമെന്നും പെമ്പിള്ളേരുടെ ഉപദേശമാരെ കല്യാണം കഴിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ IAS IPS ആകട്ടെ, പക്ഷെ പെന്തക്കോസ്തിന്റെ അഭിഷേകത്തിൽ നിൽക്കണം. ഏത് രാജ്യത്ത് അവർ ചെന്ന് ജയിക്കേറിയാലും പെന്തക്കോസ്തിന്റെ അഭിഷേകത്തിൽ നിൽക്കണം. ലേവ്യ പുസ്തകം പൗരോഹിത്യം എഴുതിയിട്ട് എഴുതിക്കണം വാക്യം. പൗരോഹിത്യത്തിന്റെ പകരം, പൗരോഹിത്യത്തിന് പകരക്കാരൻ വേണം. പൗരോഹിത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ലേവ്യ ഗോത്രത്തിന് മാത്രമുള്ളതാണ് പൗരോഹിത്യം. പക്ഷെ പുതിയ നിയമത്തിൽ ആർക്കുണ്ട് പൗരോഹിത്യം? നമ്മളെല്ലാവരും ആരാക്കിയിരിക്കുന്നു? രാജകീയ പുരോഹിതനാക്കി. അപ്പൊ നമ്മൾ ബാധിച്ചതായിരിക്കുന്ന ഈ അഭിഷേകത്തിന് പൗരോഹിത്യമുണ്ട്. അത് ആരെ ഏൽപ്പിക്കണം? മമ്മിമാരെല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ തലയിലെ ശിവവസ്ത്രമുണ്ടല്ലോ, ഈ മൂടുപടമില്ലേ, ഇത് നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ തലയിൽ മാറിപ്പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും. എന്റെ മമ്മി മൂടുപടമിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്റെ മമ്മി മൂടുപടമിട്ട് സാക്ഷി പറഞ്ഞിട്ടുള്ളൂ. എന്റെ മമ്മി ആലയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തല മൂടുമായിരുന്നു. ഇത് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് അഭിമാനമാകണം. അവരത് പാലിക്കാൻ പറ്റണം. കുരുന്നുകളുടെ എല്ലാ തലയിലില്ലേ അത്? നിങ്ങൾ കാണിച്ച മാതൃകയാണ്. നിങ്ങൾക്ക് ഈ മാതൃക നിങ്ങളുടെ മമ്മിയിൽ നിന്ന് കിട്ടിയത്, ആ മമ്മിക്ക് അവരുടെ മമ്മിയിൽ നിന്ന് കിട്ടിയതാണ്. അതല്ലെങ്കിൽ പെന്തക്കോസ്തിന്റെ തനത് ഉപദേശം മുറുകെ പിടിച്ച ഉപദേഷ്ടാക്കന്മാരിൽ ലഭിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ പ്രാപിച്ച അഭിഷേകത്തിന് ആര് തുടർച്ചക്കാരാകണം? ലേവ്യ പുസ്തകം 6:20-22 വാക്യങ്ങളിലേക്കാണ്. അഹരോന്റെ അഭിഷേകം തീരുന്ന കാലത്ത് അവന്റെ മകൻ എലയാസാറിനെ അഭിഷേകം ചെയ്യും. ലേവ്യ പുസ്തകം 6-ാം അതിന്റെ 20 അഹരോന്റെ അഭിഷേകം കഴിയുന്ന ദിവസം അവനും പുത്രന്മാരും യഹോവയ്ക്ക് കഴിക്കുന്ന വെളിപാട്. 22 വാക്യം കൊടുത്ത് അടുത്ത 22 വാക്യം. അവന്റെ പുത്രന്മാരിൽ അവന് പകരം അഭിഷേകം. അപ്പൊ അപ്പന്റെ അഭിഷേകം ആർക്ക് പകരം? അപ്പന് പകരം മകൻ കൊടുക്കണോ? മനസ്സിലായോ? പെന്തക്കോസ്തിലെ വസ്തു നമ്മൾ അറിയാതെ പോകരുത്. അടുത്ത രാജ്യത്വം എന്നെഴുതിക്കോ. രാജ്യത്വം രണ്ടാമത്തേത് രാജ്യത്വ പദവി. രാജ്യത്വ പദവി എന്ന് പറഞ്ഞാൽ സിംഹാസനവും ചെങ്കോലും കിരീടവും മാത്രമാണ് ചിന്തിക്കരുത്. രാജ്യത്വ പദവി എന്ന് പറഞ്ഞാൽ എന്തോ രാജ്യത്വ പദവി എന്ന് പറഞ്ഞാൽ പ്രൗഢമായ ജീവിതമാണ്. ഒന്നിനും പണയപ്പെടാത്ത ജീവിതം, ആഭിമാനത്തോടെ ജീവിക്കുന്ന രാജകീയ പദവി. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെല്ലാം രാജാക്കന്മാരാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നാട്ടുരാജ്യങ്ങളുണ്ടെന്നല്ല എന്റെ അർത്ഥം. ഒന്നിനും കീഴ്പ്പെടാതെ തന്റെ അടുത്തോടെ നെഞ്ചു വിരിച്ച് നിൽക്കാൻ പറ്റും. രാജാവ് അയ്യോ 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 വയ്യ 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 ഇല്ല 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 എന്ന് പറഞ്ഞല്ല രാജാവ് നടക്കുന്നത്. രാജ്ഞി എന്നല്ല നടക്കുന്നത് അഭിമാനത്തോടെ. ചുമ്മാ പൊക്കറ്റം പറഞ്ഞ് നടക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇല്ലായ്മ വല്ലായ്മയൊന്നും ആരുടെ മുമ്പിൽ എന്ത് ചെയ്യുക? ഒരു രാജാവ് പറഞ്ഞിട്ട് എന്റെ ഘടനയ്ക്ക് കാശില്ല, എന്റെ നോക്കിനത് വെടിയുണ്ടായില്ലെന്ന് പറഞ്ഞ ഏതെങ്കിലും രാജാവ് നടക്കും? അങ്ങനെ നടക്കുന്നവൻ രാജാവല്ലെന്ന് മനസ്സിലായില്ലേ? അയലാറ്റും വന്ന് നമ്മുടെ ദൂതുവരെക്കൊണ്ട് പോകും എന്ന് ഉള്ള വസ്തുത അറിയാമെങ്കിലും ഈ രാജാവിനെ കണ്ടാൽ അവന്റെ കയ്യിലാണ് ഏറ്റവും വലിയ പാറ്റെല്ലാം കൊണ്ടോ തോന്നി. അതാ പ്രാഗൽഭ്യത്തിന്റെ ജീവിതം. ഇത് നമ്മളെ കാണുമ്പോഴേ അറിയാം കൂടുതൽ പഞ്ഞ സാക്ഷി പറയുന്നത് വളരെ ഏങ്ങനെ അടിച്ച് മോളെ വരയെടുത്ത് പിന്നെ പറഞ്ഞാൽ പിന്നെ ഏങ്ങനടിയാ പിന്നെ ഒറ്റ ആഴ്ചത്തെ സാക്ഷി പറയാൻ എന്റെ പറ്റി ഇപ്പൊ എത്ര ആഴ്ചയായി? ഏതാണ്ട് വലിയ കാര്യം പറയാനാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ സത്യം എന്നെ എടുത്തിട്ട് പൊളഞ്ഞു അവന്റെ നാമം വാഴ്ത്തപ്പെടുമെന്നാലും എന്നെ എടുത്തിട്ട് പൊളഞ്ഞു ആരുടെ നാമം? ഈ പൊളഞ്ഞ പിശാചിന്റെ നാമം വാഴ്ത്തപ്പെടുന്നത്. പരാതിയുടെ പഞ്ചത്തിന്റെ സാക്ഷി പറയുന്നത് ഒറ്റ രാജ്യവും രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞാൽ രാജാവാകാൻ വേണ്ടി ദൈവം നേരത്തെ കണ്ടിരുന്നവരുടെ സാക്ഷ്യം കേട്ടോ. മഹാരാജാവേ, ഞാൻ എന്റെ അപ്പന്റെ ആടുകളെയും കൊണ്ട് വനത്തിലായിരുന്നപ്പോ ഒരിക്കലൊരു കരടി വന്നു, മറ്റൊരിക്കലൊരു സിംഹം വന്നു. ബാക്കി മലയാളിയാണെങ്കിൽ പൂരാക്കാരോ
മലയാളി എന്തോ പോയിപ്പിച്ചേനെ. അതിന്റെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ദൈവം എന്റെ കാലുകൾക്ക് ബലം നൽകി. അതൊന്നും എന്റെ സാക്ഷി. അവരെ ഒരിക്കലൊരു കരടി വന്നോ മറ്റൊരിക്കലും സിംഹം വന്നോ അതിനെ പിടിച്ച് ഞാൻ കീറി മറ്റവനെ അടിച്ചു കൊന്നു. അതാ സാക്ഷ്യം. അതാണ് സാക്ഷ്യം. രാജാവിന്റെ സാക്ഷ്യം അതാ. ആ സാക്ഷ്യമാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം രാജകീയ അഭിഷേകം. ആ അഭിഷേകത്തിന്റെ തനിമ സൂക്ഷിക്കാൻ പറ്റും. ഇല്ല 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 എന്ന് മിണ്ടിപ്പോകും. വയ്യ വയ്യ വയ്യ. 3 പദങ്ങൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ പിഴുതെടുത്ത് ഏതൊന്നും എഴുതും. അത് കിടന്നാലും പിടിക്കും. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ഓടയിൽ കണ്ടാൽ ഒന്നാമത് പദം വയ്യ 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 വാസ. ഇരിക്കുമ്പോൾ അയ്യോ അയ്യോ, ഓരോ ചുവട് വെക്കുമ്പോഴും അയ്യോ അയ്യോ അയ്യോ. സത്യത്തിൽ അയ്യോ അയ്യോ എന്നുള്ളത് നമ്മൾ മിണ്ടരുത്. നമ്മുടെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ യേശുവേ എന്ന് വിളിക്കുന്നത് പോലെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ദൈവത്തെ വിളിക്കുന്ന അയ്യോ. അയ്യെന്ന് പറഞ്ഞ ആരാന്നറിയോ? അയ്യൻ. അവരുടെ ദൈവമാണ്. അപ്പൊ നമ്മളെ വിളിച്ച കൂടി വിളിപ്പുറത്തേക്ക് പിന്നെ ഇടയ്ക്ക് വിടാൻ എന്നെ മാറാൻ കൃപയുള്ള ദൈവദാസൻ ചോദിക്കുക, നിനക്കെന്നെ എവിടെ കാര്യം? അത് കുഞ്ഞുന്റെ മാമ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാൻ പാടാൻ. അവിടെ നമ്മൾ ഒരു കാരണവശാലും എന്തോ പറയരുത്. അയ്യോ അയ്യോ പറയരുത്. അന്യ ദൈവങ്ങളുടെ നാമം എന്തോ ചെയ്യരുത്. വയ്യ വയ്യ അയ്യോ അയ്യോ. അടുത്തൊരു പദം ഇല്ല. എന്തോ ചോദിച്ചാൽ ഇല്ല. സുഖമുണ്ടോ ഇല്ല. കഴിച്ചോ ഇല്ല. കുടിച്ചോ ഇല്ല. കാശുണ്ടോ ഇല്ല. ആശുപത്രി പോയോ ഇല്ല. മക്കളെ വിളിച്ചായിരുന്നോ ഇല്ല. പാസ് ചെയ്തോട് വന്നായിരുന്നോ ഇല്ലെന്നേ. എന്തോ ചോദിച്ചാൽ എന്താ പറയും? എന്തോ ചോദിച്ചാൽ ഇല്ലെന്ന് പറയുന്നത് അമ്മച്ചിയെ കൊണ്ട് ഉണ്ടെന്ന് പറയിപ്പിക്കണമെന്നൊരു പരിഗണനയുണ്ടോ? അവരെന്നും അമ്മച്ചിയോട് എന്തെങ്കിലും 4 ചോദ്യം ചോദിക്കും. അമ്മച്ചി ഇല്ലെന്നേ പറയും. തിരിച്ച് സ്കൂളിൽ വരുമ്പോഴും ചോദിക്കും. അന്നേരം ഇല്ലെന്നേ. ഒരു ദിവസം സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇടവപ്പാതി മഴ ഇടിച്ചു കുത്തി പെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ചോർന്ന് സിറ്റൗട്ടിൽ വീണ് തുമ്പിക്കൈ കറക്കി വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നവരോ അമ്മച്ചി മക്കളെ മരുമക്കളെ എല്ലാം കുറ്റം പറഞ്ഞു. വിധവയ അമ്മച്ചി പാവോ, ഇവരൊക്കെ ഇതൊന്നും ശരിയാക്കിക്കൂടെ? എന്റെ ദൈവമേ, നനഞ്ഞു കിടക്കണമല്ലോ വയസ്സാക്കാലത്ത് പറഞ്ഞ് എല്ലാവരും കുറ്റം പറഞ്ഞ് വെള്ളം മുറ്റത്തോട് പോയി കളഞ്ഞോണ്ട് നിൽക്കുന്ന പരുവം നോക്കി ഇവൻ വന്ന് ചോദിച്ചു, അമ്മച്ചി വീട് ചോരുന്നുണ്ടോ? എന്താ പറയണം? അമ്മച്ചിയുടെ വായിൽ നിന്ന് ഇണ്ടാ കേൾക്കാൻ വേണ്ടി അവനെ ഇങ്ങനെ താല്പര്യത്തോടെ നിൽക്കുക. അമ്മച്ചി പറഞ്ഞെന്താ പറയാ? എന്റെ മോനെ, ചോർച്ചയല്ലാതൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ എങ്ങനെ നിന്നാലും എന്തേ വരത്തുള്ളൂ. ഇത് 3 നമ്മുടെ വായിൽ പാടില്ല. കാരണം രാജകീയ പൗരോഹിത്യത്തിന്റെ രാജത്വത്തിന്റെ സ്വതന്ത്രം. നമ്മുടെ രീതിയും മുഖത്തെ പൊച്ചിരിയും ആയുധമൊക്കെ കണ്ടാൽ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ബമ്പർ നമുക്ക് അടിച്ചെന്ന് അഭിഷേകത്തിലാണ്. ഞാൻ വാക്യം തരാം നിങ്ങൾക്ക്. ഇപ്പം ഈ രാജത്വത്തിന്റെ പ്രൗഢി അറിയാൻ വേണ്ടി വാക്യം തരാം. ലേവ്യ പുസ്തകം 21:12 വാക്യം മനസ്സിൽ. ലേവ്യ 21:12 വാക്യങ്ങൾ മറന്നു പോകരുത്. നമ്മൾ പ്രാപിച്ച പ്രൗഢിയുടെ രാജകീയമായ അവന്റെ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം അവന്റെ മേലിരിക്കുന്നു. മലയാള ബൈബിളിൽ അഭിഷേക സംസ്കാരം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിക്കേ, അതിന് പറയുന്നു the crown of anointment. Crown. What's the meaning crown? കിരീടം. എന്താ കിരീടം? തലയിൽ വെച്ചിരിക്കുന്നത്. രാജാവിനാണ് കിരീടം ഉള്ളത്. അല്ല, തൊഴിലാളിക്കാരുടെ കിരീടം ആണോ? ഭിക്ഷക്കാരനാണോ കിരീടം ഉള്ളത്? കർഷകന്റെ തലയിൽ കലക്കട്ടുണ്ടാകും, കോപ്പിപ്പാട ഉണ്ടാകും, വെയിലുള്ളതിനെ കോപ്പി വെച്ചിട്ടുണ്ടാകും. പക്ഷെ കിരീടം ആക്കിയേ ഉള്ളൂ. രാജാവിനോട് രാജ്ഞിക്കുണ്ട്. രാജ്ഞിക്ക് എലിസബത്ത് രാജ്ഞിയുടെ കിരീടമല്ലേ? കോടികളുടെ നിൽക്കുന്ന കിരീടം. അപ്പൊ കിരീടം വെച്ചിരിക്കുന്നത് രാജാവും രാജ്ഞിയുമാണ്. അങ്ങനെയാണെങ്കിൽ അഭിഷേക സംസ്കാരം എന്നുള്ളതിന്റെ ഒറിജിനൽ ഭാഷാന്തരം ദ ക്രൗൺ. അപ്പൊ നമ്മുടെ തലയിൽ എന്തുകൊണ്ട്? കിരീടം ധരിച്ച രാജാവിന്റെ കിരീടം തല വെച്ചുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കൂ. കിരീടം തല വെച്ചുകൊണ്ട് അയൽപ്പടി കയറി ഇറങ്ങാൻ ഒരു പച്ച ടീഷർട്ട് ഇട്ട് ഒരു പച്ച കൈ കൊടുത്ത് കിരീടം വെച്ച രാജാവ് തമിഴിലെ പോയി കാൽ കുടിക്കുന്നത്. നമ്മുടെ രാജാക്കന്മാരെല്ലാം തമിഴിലും
വണ്ടിയൊക്കെ പോകുന്ന ഒരുപാട് വേദോസം എടുത്ത് കക്ഷത്തോട് വെച്ചിട്ട് കപ്പണ്ടി കൊടുത്തിട്ടാണ് രാജാക്കന്മാർ. നമുക്കിതൊന്നും പറ്റത്തില്ല. കാരണം നമ്മൾ ആരാ? ആരോഗ്യ അഭിഷേകമാണ്. പന്ന നൈറ്റ് തോർത്തുകൊണ്ട് തോർത്തിടാതെ അയലോക്കപ്പടി നടക്കുന്ന രാജ്യമാരെ അറിഞ്ഞായിരുന്നോ? ഇല്ല. അവിടെ നിൽക്കും. ഞാൻ നമ്മുടെ പല രാജ്യമാർക്കും 2 പേര് അന്നമ്മ, ജന്നമ്മ, ശോശാമ്മ, പേഴ്സി എന്നൊന്നും അല്ല. ഏഷ്യയിൽ തന്നെ പേരുണ്ട്. 24 പേരുണ്ട്. ശ്രീകണ്ഠനായ തോപ്പിക്കുന്ന വാർത്താവായിരുന്നു. ആരാ? രാജ്ഞി. ഇന്ന് വരെ ഉയർത്തലിനവരെ കുറിച്ച് മിണ്ടിയിട്ടില്ല. ആരാണ് കൂടെ പോയത്? അവൻ അവനെ കൊണ്ട് പോയത്, അവിടെ ഇറങ്ങിപ്പോയത്. ഇതെല്ലാം പ്രചരിപ്പിച്ചത് നടക്കുക. ഒറ്റ രാജ്ഞിമാർ വന്നാകരുത്. നമ്മുടെ പകർന്നിരിക്കുന്ന അഭിഷേകം രാജകീയ അഭിഷേകമാണ്. അപ്പൊ ഈ രാജ്യത്വത്തിന് പകരം വേണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ പകരം എന്ന പദമുള്ള വാക്യം നോക്കിക്കേ. 1 രാജാവിന്റെ 1-ാം വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം. ശലോമോനെ അവന്റെ അപ്പനായ ദാവീദിന് പകരം എന്തോ ചെയ്തു? ശലോമോനെ അവന്റെ അപ്പന് പകരം എന്ത് ചെയ്തു? ആ പകരം കണ്ടോ? അഹരോന് പകരമാരെ മകനെ, ദാവീദിന് പകരമാരെ ശലോമോനെ. അപ്പൊ പൗരോഹിത്യത്തിന് എന്തുകൊണ്ട്? പകരം. നമ്മുടെ പേര് പറഞ്ഞ അഭിഷേകത്തിന് പൗരോഹിത്യമുണ്ട്. അത് ആരിലേക്ക് പകരണം? മക്കളിലേക്ക്. നമ്മളിൽ രാജത്വമുണ്ട്. അത് ആരിലേക്ക് പകരണം? അപ്പൻ രാജാവായി ദേശത്ത് ശോഭിച്ചു, മകനും അതേപോലെ. അമ്മ രാജ്ഞിയായി ദേശത്ത് ശോഭിച്ചു, മകളും അതേപോലെ നിൽക്കാൻ പറ്റും. രാജ്ഞി പദം വിട്ടുകളയരുത്. മനസ്സിലായിട്ട് അടുത്തത് പ്രവാചകത്വമുണ്ട് നമ്മിൽ. പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ മകനെ മകളെ ദാസദാസി എന്ന് വിളിക്കുന്ന മാത്രമല്ല പ്രവാചകത്വം. വചനത്തിന്റെ പ്രഘോഷണമാണ്. ദൈവത്തിന്റെ വചനം ശക്തമായി പ്രഘോഷിക്കാനുള്ള കൃപ, അതാണ് പ്രവാചകത്വം. അതിന് ബന്ധമുണ്ട്, പകരമുണ്ട്. പക്ഷേ 2 രാജാക്കന്മാർ അല്ല 1 രാജ 16-19 വാക്യം നോക്കി. 1 രാജ 16-19. അതെ, ആ വാക്യമല്ല, 19-16. അപ്പൊ പ്രവാചകത്വത്തിന് എന്തുകൊണ്ടെന്ന് പറയാം? പലരും പ്രാപിച്ച ഓരോ മമ്മിമാരും ഓരോ പപ്പമാരും നിങ്ങളുടെ ശുശ്രൂഷ മക്കളിലേക്ക് പകർന്നു. അത് ഏറ്റവും പ്രധാനമാണ്. ഈ 3 വാക്യത്തിലും എന്തുണ്ട്? പകരം, പകരം, പകരം. അപ്പന്റെ കാലത്ത് പ്രാർത്ഥന, ആരാധനയും കൺവെൻഷൻ, മുറ്റത്ത് കൺവെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി മരിച്ചതിന് ശേഷം ഇപ്പൊ അവിടെ അങ്ങനെ അന്ത്യപ്രാർത്ഥന പോലും ഇല്ലെന്ന് ആരും കേൾപ്പിക്കരുത്. മക്കളുമാരെല്ലാം കേൾക്കുന്നുണ്ടോ? പറയും പപ്പ കർത്താവിന് വേണ്ടി എങ്ങനെ നിന്നു, മമ്മി കർത്താവിന് വേണ്ടി എങ്ങനെ നിന്നു. സഭയ്ക്ക് കൊടുക്കാനും സഭയ്ക്ക് വിളമ്പാനും സഭയുടെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പപ്പയും മമ്മി എങ്ങനെ നിന്നു, അതേപോലെ നിൽക്കണം. പ്രാർത്ഥന മുറിയിൽ മമ്മി എത്ര നേരം ഉണ്ടായിരുന്നു? മമ്മി വർഷത്തിൽ എത്ര ദിവസം ഉപവസിച്ചു? പപ്പ എത്ര ദിവസം കർത്താവിന് വേണ്ടി നിന്നു? ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. എന്റെ മകൻ ഡിഗ്രി പാസ്സായി ഇവിടെ ബസേലിയസ് കോളേജ് കോട്ടയം. റിസൾട്ട് ബാങ്ക് എടുക്ക് വന്നു. അപ്പൊ ജയിച്ചു, സന്തോഷം. ചേർത്ത് നിർത്തി, നെഞ്ചോട് ചേർത്ത് നിർത്തി ആശ്രയിച്ചു. കാതിൽ ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? എന്താ അടുത്ത പദ്ധതി? എന്നെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ റോൾ മോഡൽ പപ്പയാണ്, എനിക്കൊരു സുവിശേഷ പ്രസംഗനായാൽ മതി. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഉള്ളിലൊരു തേങ്ങ ഉണ്ടായിരുന്നു. വലിയ കോഴ്സ് കൊണ്ടും പറഞ്ഞ കർത്താവെ ഞാനെങ്ങനെ പഠിപ്പിക്കുന്നു വ്യാപരാതി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു സുവിശേഷ പ്രസംഗനാണ്. അന്തപ്പെട്ടു പോയി. ഞാൻ എന്ത് ചെയ്യണം? എന്നെ ഏതെങ്കിലും നല്ല സെമിനാരി വിട്ടാണ്. അങ്ങനെയാണ് ഐഡോ ക്യാമ്പസ് ഇന്ത്യ ബൈബിൾ സെമിനാരി വത്സനപ്രധാന സംഘ നേതൃത്വത്തിലുള്ള ഓദർ കോളേജിൽ 4 കൊല്ലം പിന്നെയും പഠിച്ചു. BD കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ തന്നെ പൗർണശിക ഗായകനായിരുന്നു എൻ്റെ മോൻ. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ടോം സി എബ്രഹാം.
മൂത്ത മകനാണ്. ഇപ്പോൾ അദ്ദേഹമില്ല, MDH ചെയ്യേണ്ടതിന് വേണ്ടി UK പോയി 6-5 മാസമാകുന്നു. അപ്പോൾ ഞാൻ നിർബന്ധിക്കാതെ തന്നെ എൻ്റെ മകൻ കർത്താവിൻ്റെ വേല തിരഞ്ഞെടുത്തു. എൻ്റെ അപ്പൻ കർത്താവിൻ്റെ വേലക്കാരനായി. അവരെ എന്നെ നിർബന്ധിച്ചില്ല. ഇതുപോലൊരു ഉപവാസ പ്രാർത്ഥന വെള്ളിയാഴ്ച നടക്കുമ്പോൾ ഗസ്റ്റായിട്ട് പ്രസംഗിക്കാൻ വന്നൊരു ദേവദാസൻ. ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഉൾപ്പെട്ടിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടെന്ന് അദ്ദേഹം ഇറങ്ങി എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് തലയെ കൈവച്ചിട്ട് പറഞ്ഞു, നീ ഒറ്റ പരിപാടിക്കും പോകാൻ നിന്റെ ദൈവം അനുവദിക്കുന്നില്ല. ക്രൂശ് നിന്ന് വഹിക്കണം. ക്രൂശ് വഹിക്കാൻ നിന്റെ ഏൽപ്പിച്ചു. 7ാം ക്ലാസ്സിൽ കിട്ടിയ ദൈവം അപ്പനൊന്നും നിർബന്ധിച്ചൊന്നുമില്ല. ഞാൻ അന്ന് കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇല്ലായ്മയും വല്ലായ്മയും ഉള്ള കാലമാണ്. വിശ്വാസികൾ കൊടുക്കുന്ന സ്വതന്ത്രകാഴ്ച പിടിയേരി ദശാംശം മനഃപൂർവ്വദാനം, അവർ പൊളിഞ്ഞു കൊടുത്തിട്ടുള്ള കോഴിമുട്ട, പിന്നെ വഴുതനങ്ങ, അതുപോലെ കൃഷിയിൽ നിന്ന് പറമ്പിൽ നിന്ന് കിട്ടുന്ന കൃഷി വിഭവങ്ങളൊക്കെ പപ്പ പൊളിഞ്ഞു കിട്ടി വീട്ടിൽ കൊണ്ടുവരും ഞായറാഴ്ച വൈകിട്ട്. അതുകൊണ്ട് 2-3 ദിവസം ഞങ്ങൾ കഴിഞ്ഞു കൂടുന്നുണ്ട്. വിശ്വാസികളുടെ സ്വതന്ത്ര കാഴ്ച കൊണ്ടാണ് ഈ ശരീരം. അപ്പോൾ പിന്നെ കർത്താവിൻ്റെ വേല ഞാൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പൻ്റെ ശുശ്രൂഷ എനിക്ക് പകർച്ച പിന്തുണച്ചക്കാരനെ ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ നിർബന്ധിക്കാതെ എൻ്റെ മകനത്തിന് വേണ്ടിയാണ്. എൻ്റെ ഇളയ മകനും അതേപോലെ ചെറിയ ജോലികളൊക്കെ ഒരു ബന്ധത്തിൽ എറണാകുളത്താണ്. എന്തായാലും ശനിയാഴ്ച കൂടി വരും. ഞാനടുത്ത സഹായവും കാര്യങ്ങളിൽ ഞങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കുന്നതുമായി നിലയിൽ സങ്കീർത്തനത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. സങ്കീർത്തന പ്രബോധനം പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് അദ്ദേഹം നന്നായിട്ട് ചെയ്യും. വളരെ സന്തോഷമാണ്. ഇതുകൂടി പുണ്യം കർത്താവിൻ്റെ വേലയിൽ ഞാൻ നമ്മുടെ മക്കളെല്ലാം അങ്ങനെ ആകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെ ഉന്നത സ്ഥാനത്തെത്തിയ പെന്തക്കോസ്ത് മുൻകൂട്ടി വെച്ച ആവശ്യയുടെ സംസ്കാരം വിശ്വാസം എന്നുള്ള പദത്തിൽ അവിടെ നമുക്ക് തിരിച്ചു വരാം. വിശ്വാസം മാത്രമല്ല, കൃപാപ്രയങ്ങൾ മറ്റൊന്നും എന്തുവാ പ്രത്യാശ. എന്തുവാ നമ്മുടെ പ്രത്യാശ? ക്രിസ്തുവിലെ നമ്മുടെ പ്രത്യാശ. എന്തുവാ പ്രത്യാശ? നിത്യതയിലെ പ്രത്യാശ. ഇവിടുത്തെ ഏതെങ്കിലും സമ്പാദനങ്ങളിൽ സമാധാനങ്ങളിലൊന്നും അല്ല നമ്മുടെ പ്രത്യാശ. നിത്യതയാണ് നമ്മുടെ പ്രത്യാശ. സമ്മതിക്കുന്നുണ്ട്. ഇവിടെ സമ്പത്ത് സമാധാനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് സഭയിൽ നമ്മൾ അകന്നു പോകുന്നത്, പ്രാർത്ഥന മുറിയിൽ അകന്നു പോകുന്നത്, വേദപുസ്തകത്തിൽ അകന്നു പോകുന്നത്. അത് ഇത് ഡ്യൂട്ടി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലാതെ പഴിഞ്ഞു പോകും. പക്ഷെ പ്രത്യാശയ്ക്ക് പരിഗണന കൊടുക്കണം. മനസ്സിലായി? സഹായം കളഞ്ഞിട്ട് ഒരു ഇടപാടിൽ നിന്ന് ചിന്തിക്കണം. അത് നമ്മുടെ മക്കൾ നമുക്ക് വളരണം. ഒറ്റ കാര്യത്തിൽ എൻ്റെ പപ്പ സഹായം മുടക്കിയിട്ടില്ല, എൻ്റെ മമ്മി സഹായം മുടക്കിയിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ കാര്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതാ എൻ്റെ വസ്തുത. അപ്പം പ്രത്യാശയിൽ അങ്ങനെ പ്രബലമായി നിൽക്കാൻ പറ്റണം. അടുത്തതാണ് സ്നേഹം. വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മിൽ തന്നെയുള്ള ആത്മീയതയും, പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് കർത്താവിലുള്ള ആശ്രയത്വവും, സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള നമ്മുടെ കടമകളുമാണ്. ഈ 3 സംഗതികളും കൃപാത്രയങ്ങളിലെ 3 കാര്യങ്ങൾ. 1 നമ്മോട്, 2 ദൈവത്തോട്, പ്രത്യാശ ദൈവത്തോട്, 3ാമത്തേത് to others, to ourselves, to self, to others, to our Almighty God. ഈ 3 ബന്ധങ്ങൾ സ്ഥിരപ്പെടുത്താൻ, സുഗമമാക്കാൻ, സ്ഥിരമാക്കാൻ ഉള്ള 3 കാര്യങ്ങളാണ്. ഏതൊക്കെ? വിശ്വാസവും പ്രത്യാശയും. സ്നേഹത്തിന് വ്യാപകത്വം ഉണ്ടാകും. നമുക്കുള്ളവരെ മാത്രം സ്നേഹിക്കുക എന്നുള്ളതല്ല, എല്ലാവരും. അതിനകത്ത് ജാതി, മതവും, നിറവും, കുലവും, കുടുംബവും, വർണ്ണവും, വർഗവും ഒന്നുമില്ല. എല്ലാവരെയും സ്നേഹിക്കണം. മനസ്സിലായില്ലേ? ആത്മീയതയിൽ ഒത്തിരി ഊറ്റം ഉണ്ടാകും. എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന, എല്ലാവരോട് സഹകരിക്കാൻ പറ്റാത്ത ചില ഗതികേടുകളുണ്ട് ആത്മീയതയിൽ. നമ്മളെ അത് ബാധിക്കാൻ പാടില്ല. നിറം നോക്കി കുലം നോക്കിയൊന്നുമല്ല, ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാവരെയും. ഇനിയും ആ വ്യക്തി ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നവരെ കോരി എടുക്കാൻ പറ്റണം നമുക്ക്. അവന്റെ ബയോഡേറ്റ ചോദിച്ചിട്ടല്ല. അതാണ് യഥാർത്ഥ സ്നേഹം. നീ ആരാ, എവിടുന്ന വരുന്നേ, എന്തോ പറ്റിയതാ, ഇതൊന്നും ചോദിക്കുന്നില്ല. വണ്ടി നിർത്തി ഓടി അവന്റെ അരികിലെത്തി അവന്റെ തലയെടുത്ത് മടിയിലോട്ട് വെച്ചിട്ട് അവന്റെ മുഖം കഴുകി വായോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അവന്റെ മുറിവുകൾ കഴുകി പിന്നെ അത് തുടച്ച എണ്ണയിട്ട് അവനെ കോരിയെടുത്ത് അവന്റെ സത്വത്തിൽ ഉണ്ടാക്കി. എന്നിട്ട് സ്വന്തക്കാരോട് പറഞ്ഞു, ഞാൻ വഴി യാത്ര പോവുക, പെട്ടെന്ന് ഇത് കണ്ടത്, കയ്യിൽ ഇത്രയോട് പണം, ഇതങ്ങോട്ട് പിടിക്കുക,
ബാക്കി ബില്ല് അവന്റെ മേലല്ല, എന്റെ പേരിൽ സെറ്റ് ചെയ്യും. അതാണ് സ്നേഹം. അവനാരെന്ന് അറിയത്തില്ല. അപ്പൊ സത്രകാരൻ തിരിച്ചു ചോദിച്ചിരിക്കും, അതാണ് നിങ്ങളുടെ ആരും? എന്റെ ആരുമല്ല. ആരാന്ന് എനിക്കറിയില്ല. അവന്റെ പേരെന്തോ? പേര് ഞാൻ ചോദിച്ചില്ല. ഈ നിലയ്ക്കുണ്ടെങ്കിൽ പേരൊന്നും ചോദിച്ചിട്ട് അത്യാവശ്യം ഇവിടെ എത്തിക്കാന്നുള്ളതാണ് ഞാൻ ചെയ്തത്. പേരറിയാത്ത, നാടറിയാത്ത, ആരാന്നറിയാത്ത, ഇടമേതെന്നറിയാത്ത ഒരുവിന് വേണ്ടി ഇത്രയും ചെയ്യാൻ ബാക്കി ബില്ലും കൂടെ സെറ്റ് ചെയ്യുവാൻ തയ്യാറാകുന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഉദാത്ത സ്നേഹം. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു കാര്യം പറയുന്നതിന് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ദൈവം ആരെ ഏൽപ്പിച്ചു? പത്രോസിനെ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഒറ്റ പ്രഖ്യാപനം നടത്തിയപ്പോഴേ പറഞ്ഞു, എനിക്ക് താക്കോൽ. വേറെ ആരുടെയും കൊടുക്കാൻ പറ്റുന്നില്ല. നിന്നെ എത്ര വെളിപ്പാട് പ്രാപിച്ച നീ ആയത് സൂക്ഷിക്കേണ്ടത്. പക്ഷെ ആ പത്രോസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കണം. പൗലോസിന്റെ മാനസാന്തരത്തിന് 14 വർഷം കഴിഞ്ഞപ്പോഴും ഈ പുള്ളിയിലെ ഒരുമാതിരി സ്വഭാവം വൈകുന്നേക്കാൾ മാറിയിട്ടില്ല. താക്കോൽ തൂടിക്കുന്ന പുള്ളിയാണ്. പറഞ്ഞൊരു കാര്യമില്ല. അന്ത്യോക്യയിലെ മാസവും നടക്കുന്ന പറഞ്ഞേ, അന്ത്യോക്യയിൽ നിന്ന് അന്ത്യോക്യ രക്ഷിക്കപ്പെട്ടത് ജാതീയ സമൂഹത്തിൽ, യഹൂദന്മാരല്ല, ജാതീയ സമൂഹത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ്. അവര് പൗലോസ്, പത്രോസ് അടക്കമുള്ള വമ്പൻ താരങ്ങൾ അന്ന് അവിടെ ശുശ്രൂഷിക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി. ആ ഭക്ഷണം ആര് കഴിക്കുന്നില്ല? പത്രോസ് കഴിക്കുന്നില്ല. ഗലാത്യലേഖനം 2-ാം അധ്യായം 12-13 വാക്യം നിങ്ങൾ വായിച്ചോണം. ആ ഭക്ഷണം പത്രോസ് കഴിക്കുന്നില്ല. അത് അവർക്ക് ഭയങ്കര വിഷമമായി. പത്രോസിന്റെ കാര്യമൊന്നും പറഞ്ഞ് തെரியപ്പെടുത്തിയിട്ട്, നിങ്ങളൊക്കെ ഇത്ര VIP വന്നതുകൊണ്ട് ഞങ്ങൾ ഇത്ര ചെലവ് ഭക്ഷണം ഉണ്ടാക്കിയത് കഴിക്കാതെ പോയാൽ എങ്ങനെയാ എന്നുള്ള വിവരം ഇദ്ദേഹത്തെ ധരിപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റുമെന്നുള്ള അന്വേഷിക്കുമ്പോഴാണ് അതിന് പറ്റിയ ഒരാൾ പൗലോസിനോട് ചെന്ന് പറഞ്ഞ സമയം ഒന്ന് പറയണം. പൗലോസ് പത്രോസിനെ കൊണ്ട് മാറ്റി നൽകി ഒറ്റ ഫയലിംഗ് നടത്തി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, സ്വർഗരാജ്യത്തിന്റെ താക്കോല് കയ്യിലുള്ളവൻ യഹൂദന് മാത്രമേ അത് തുറന്നു കൊടുക്കൂ എന്നുള്ള സ്ഥിതി ഒന്ന് വെക്കാനുണ്ട്. അവസ്ഥ എന്താണ്? യഹൂദനുണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ, ജാതികളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നില്ല. ജാതികളല്ലല്ലോ, ജാതീയ സമൂഹത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നവർ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. പൗലോസ് അതിനെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം കണ്ടോ? സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് നീ ചൊവ്വായി നടക്കുന്നില്ല. അപ്പൊ സുവിശേഷത്തിന്റെ സത്യം എന്ന് പറഞ്ഞാൽ അന്യഭാഷ മാത്രമല്ലെന്ന് പഠിച്ചോ. സുവിശേഷത്തിന്റെ സത്യം എന്ന് പറഞ്ഞാൽ വെള്ളെ മാത്രമല്ല. സുവിശേഷത്തിന്റെ സത്യത്തിനകത്ത് ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസമാണ്. അതാണ് സ്നേഹം. ഇതൊക്കെ നമ്മൾ നമ്മുടെ തലമുറയുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. എങ്ങനെ അവർക്ക് വ്യാപകത്വമായ നിലപാടുണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ കരുതാനും അവരെ സംബോധന ചെയ്യാനും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. പൗലോസിന്റെ സംബോധന ഗംഭീരമാണ്. ആരാ? കുറേനക്കാരൻ ശിമോൻ. കുറേനക്കാരൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ട്രൈബാണ്. അവന്റെ ഭാര്യ ആരാ? കുറേനക്കാരി തന്നെയാണ്. കർത്താവിന്റെ പ്രസിദ്ധനായ രൂഫോസിന്റെ അമ്മ, കർത്താവിന്റെ പ്രസിദ്ധനായ രൂഫോസിനെയും അവന്റെ അമ്മയായ എന്റെ അമ്മയെയും വന്ദനം ചെയ്തു എന്ന് പറഞ്ഞ രൂഫോസിന്റെ അനിയനോ ചേട്ടനുമാണ് പൗലോസ് തോന്നിപ്പോകും. അവന്റെ അമ്മ ആരുടെ അമ്മയാണ്? എന്റെ അമ്മയാണ്. അതാണ് ഉൾക്കൊള്ളുന്ന മനസ്സ്. അതാണ് സ്നേഹത്തിന്റെ വ്യാപ്തി. അതാണ് ക്രിസ്തീയ സ്നേഹത്തിന്റെ വ്യാപ്തി. അവന്റെ അമ്മ ആരുടെ അമ്മയാണ്? റോമർ 13:16 വായിച്ചപ്പോൾ അമ്മ നിങ്ങൾക്ക് മനസ്സിലാവും. അവന്റെ അമ്മയായ എന്റെ അമ്മ. ഒന്ന് ഡിസ്പ്ലേ ചെയ്ത റോമർ 16:13. എനിക്ക് അമ്മയായ അവന്റെ അമ്മ. ഞാൻ പറഞ്ഞല്ലോ, രൂഫോസിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ കുറേനക്കാരനായ ശിമോന്റെ ഭാര്യയാണ്. കുറേനക്കാരൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ട്രൈബാണ്. എബ്രാഹിം ജനിച്ച എബ്രാഹിം, 8-ാം നാൾ പരിച്ഛേദനേറ്റവൻ ബെന്യാമിൻ ഗോത്രക്കാരൻ പറയുകയാണ്, ആ അമ്മ എന്റെ അമ്മയാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ മലയാളത്തിന്റെ രീതി അനുസരിച്ചാണ് പറയണം. മലയാളിയുടെ രീതി അനുസരിച്ചാണ് പറഞ്ഞത്. കർത്താവിന്റെ പ്രസിദ്ധനായ രൂഫോസിനെ അവന്റെ അമ്മയായ സഹോദരിയെയും ഞാൻ വന്ദനം ചെയ്താണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? പൗലോസിന്റെ ആത്മബോധം വളരെ ഗൗരവം. പൗലോസിന്റെ ആത്മബോധം അവന്റെ അമ്മ എന്റെ അമ്മയാണ്. മനസ്സിലായില്ലേ? ഇതാണ് സ്നേഹം. അപ്പം വിശ്വാസം നമുക്ക് നമ്മിൽ തന്നെയുള്ള പ്രത്യാശ, ദൈവത്തോടുള്ള സ്നേഹമാണുള്ളത്, മറ്റുള്ളവരും. ഇത് നമുക്ക് കൃത്യമായി സൂക്ഷിക്കാൻ പറ്റിയാൽ നമ്മുടെ ക്രിസ്തീയത അനുഗ്രഹമാണ്. കാര്യങ്ങൾ വ്യക്തിഗതമായി സൂക്ഷിച്ച് ഓക്കെ. ഈ ചിന്തകളെ മനസ്സിൽ വെച്ചുകൊള്ളുക. അടുത്തത് വേദപുസ്തക വീക്ഷണത്തിൽ ക്രിസ്തീയ കുടുംബം എന്ന നമ്മുടെ ടോപ്പിക്കിന്റെ പ്രധാന ഭാഗത്തേക്ക് വരികയാണ്. വേദപുസ്തകം വിവക്ഷിക്കുന്ന, വേദപുസ്തകം മുൻപോട്ട് വയ്ക്കുന്ന ക്രിസ്തീയ കുടുംബത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? ഒറ്റ വാക്യത്തിലൂടെ 3 വിശേഷപ്പെട്ട സംഗതികൾ നമ്മൾ പഠിക്കുന്നു.
ഞാൻ വാക്യം പറയാം. വാക്യം എവിടെയാണെന്ന് നിങ്ങൾ പറയണം. ഒഴിവല്ലൂരുകൾ വചന പരിജ്ഞാനം അറിയിക്കും. ക്ലാസ് അല്ലേ? ഉപസപ്രവർത്തനമല്ലല്ലോ. ഉപസപ്രവർത്തനാണ് ഞാൻ കേൾക്കുന്നതിനുള്ള സ്വന്തം പറഞ്ഞിരുന്നാൽ മതി. ക്ലാസ് ആകുമ്പോൾ ചോദ്യം ഉത്തരവൊക്കെ ഉണ്ട്. വാക്യം ഇങ്ങനെയാണ്: എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. എന്റെ ജനം പാർക്കുന്ന വീടിന് 3 പ്രത്യേകത. ക്രിസ്തീയ കുടുംബത്തിന് 3 പ്രത്യേകത. 1 സമാധാന ഭവനം, 2 നിർഭയ വസതി, 3 സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലം. എവിടെയാ വാക്യം? എന്റെ ജനം സമാധാന നിവാസങ്ങളിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും. അപ്പൊ നമ്മുടെ വീടിന് ഇടാമുള്ളതെന്ന 3 വീട്ടുപേരാണ്. ആഞ്ഞിലി മുട്ടിൽ, തെക്കേ വീട്ടിൽ, കുരിശുമുട്ടിൽ, പള്ളി വീട്ടിൽ എന്നൊക്കെ കളഞ്ഞിട്ട് 1 സമാധാന നിവാസം, 2 നിർഭയ വസതി, 3 സ്വൈര്യമുള്ള. ആ വാക്യം ഇതുവരെ കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മുടെ വീടിന്റെ സ്ഥിതി എന്താണെന്ന് ആഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ വാക്യമുള്ള ദിവസത്തിൽ ഇങ്ങനെ വാക്യം ചോദിച്ചിട്ട് കൊഴുവല്ലൂർ IPC സഭയിൽ ആരും അതിന് മറുപടി പറഞ്ഞില്ല എന്ന് ഞാൻ വേറെ എങ്ങും പോയി പറയാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഇല്ലെങ്കിൽ കൊഴുവല്ലൂർ സഭയെ കാണാൻ ആളുകളുടെ വരും. ഇത്രയും പ്രസിദ്ധമായ വാക്യം വേറെ ഒന്നും അറിയാൻ വയ്യാത്തൊരു സഭയുണ്ടോ? അതും IPCക്ക് ഒമ്പനാടിന് പരാതി കൊടുക്കുക. മനസ്സിലായോ? ആ വാക്യം യെശയ്യാവ് 32:18 വാക്യം. യെശയ്യാവ് 32:18 വാക്യം. മറക്കരുത്. ക്രിസ്ത്യ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. നമ്മുടെ കുടുംബത്തിന് വേണ്ടുന്ന മഹത്തായ 3 ക്വാളിറ്റി നമ്മുടെ വീടിനകത്ത് എഴുതി വെക്കാനുള്ള വാക്യം. നീ എഴുതി വെക്കുന്നതിന് മുമ്പ് ഈ 3 യോഗ്യതകൾ നമ്മുടെ വീടിനുണ്ടോയെന്ന് അന്വേഷിച്ചേ. ഏതാ 3 കാര്യങ്ങൾ? 1 സമാധാനം, സമാധാന നിവാസം, നിർഭയ വസതി, സ്വൈര്യമുള്ള. അതിന്റെ തുടക്കം നമ്മൾ ചിന്തിച്ചേ. എന്റെ ജനം ആര് പാർക്കുന്ന? എന്റെ ജനം. എന്റെ ജനം ആരാ? ദൈവത്തിന്റെ ജനം. ദൈവത്തിന്റെ ജനം ആരാണെന്ന് അറിയണമെന്നൊരു വാക്യം കൂടെ തരാം. എന്റെ വാക്യം കേട്ടനുസരിപ്പിൻ, അപ്പോൾ നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരുന്നു. യിരെമ്യാവ് 7:23 വാക്യം നോക്കി. യിരെമ്യാവ് 7:23. എന്റെ ജനം ആരാണെന്നുള്ളത് അറിയണം. യിരെമ്യാവ് 7:23. ഞാൻ നിങ്ങൾക്ക് ദൈവമായും. ഇത് പുതിയ നിയമത്തിന്റെ ഭാഷ്യത്തിലേക്ക് വരുമ്പോൾ ആശയത്തിന് വ്യത്യാസം വരും. ദൈവം നമ്മുടെ ദൈവമായും നാം ദൈവത്തിന്റെ ജനമായും ഇരിക്കുമെന്നുള്ളത് പഴയ നിയമ കൺസെപ്റ്റാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ദൈവത്തിന്റെ ജനമല്ല, ദൈവത്തിന്റെ പുത്രിമാരും പുത്രന്മാരുമായി. ദൈവം നമുക്ക് ദൈവമല്ല, ദൈവം നമുക്ക് പിതാവായിരിക്കും. അതാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവിനോടുള്ള സൗഭാഗ്യം കൊണ്ട് കിട്ടിയത്. അതെവിടെ വാക്യം അറിയാം? 2 കൊരിന്ത്യർ 6:14 വാക്യം. 2 കൊരിന്ത്യർ 6:14 വാക്യത്തിന്റെ ഇടയ്ക്ക് വെച്ച് നോക്കണം. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും. പഴയ നിയമത്തിൽ എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവും. ജനവും ദൈവവും തമ്മിലുള്ള ബന്ധമല്ല. നമ്മള് ദൈവം നമ്മളെ ആരായി മാറുന്നു? പിതാവ്. നമ്മൾ ആരായി മാറുന്നു? പുത്രന്മാരും പിന്നെ പുത്രിമാരുമായി മാറുന്നു. അങ്ങനെ ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ ആദ്യം പറഞ്ഞ വാക്യത്തിലേക്ക് വരികയാണ്. ദൈവം പിതാവായി നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ പാർക്കുന്ന വീടിന് 3 ക്വാളിറ്റി ഉണ്ടാകുന്നു. അതേതൊക്കെയാണ്? സമാധാന നിവാസം, നിർഭയ വസതി, സ്വൈര്യമുള്ള. സമാധാന നിവാസം എന്നുള്ളത് എടുത്തു പഠിക്കുക, ഓരോന്നായി പഠിക്കുക. സമാധാന നിവാസം എന്താ? സമാധാന നിവാസം എന്ന് പറഞ്ഞാൽ വീടിന്റെ കഥക് തുറന്നിട്ടാൽ, ജനല് തുറന്നിട്ടാൽ വന്നു വരുന്നതാണോ സമാധാനം? അല്ല. അയൽവക്കത്തെ വീണ്ടും മുന്നത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂവിന്റെ മണം വന്ന് കയറാം. അയൽവക്കക്കാരൻ ഒരിക്കുന്ന മത്തിയുടെ മണം നമ്മുടെ വീട്ടിൽ വന്ന് കയറാം. അവിടുത്തെ വടക്കിന്റെ മലവത്തിന്റെ എഴുത്തറിയിൽ തല്ലിപ്പൊട്ടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും.
അത് തുറന്നിട്ട് എന്നെ തുറന്നിട്ട് സമാധാനം കേൾത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ സമാധാനം ഉണ്ടാക്കണം. വീട്ടിനകത്ത് എന്താ ഉണ്ടാക്കണം? ഓ, അതെത്ര പേർക്കറിയാം? ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ അറിയാം, ബീഫ് ഒലർത്തിയത് ഉണ്ടാക്കാൻ അറിയാം. പിന്നെ പാചക റാണികളല്ലേ മിസസ് കേറ്റ് മാത്യുവിന് വെല്ലുന്ന പാചകം ചെയ്യാൻ അറിയാം അല്ലേ? ഗംഭീര പാചകമാണ്. അതിദേവതാമരുടെ ആളുകൾ പാചകകലയിൽ ഒത്തിരി മികച്ചതാണ്. ഞങ്ങളുടെ ഉപദേശമായ സഞ്ചാര സുവിശേഷന്മാർക്ക് പ്രത്യേകത എന്താണെന്നറിയോ? ഇന്റർനാഷണൽ സ്റ്റോക്കാണ് ഞങ്ങളുടെ. ഏത് അടുക്കളയിൽ ഏത് അമ്മയ്ക്കുമാരുണ്ടാക്കുന്ന ഭക്ഷണം ദഹിക്കുന്ന ഒരേ ഒരു വയറ് ഉപദേശമാരുടെ വയറ്. ഒരു കുഴപ്പമില്ല. എന്ത് സ്പെഷ്യൽ ഫുഡാണ് അത്? വയനാട്, കാസർഗോഡ്, കണ്ണൂർ, പിന്നെ തിരുവനന്തപുരം, ഇവിടെ തമിഴ്നാട്, അവിടെ ഇവിടെ എല്ലാം. ഇതിനിടയ്ക്ക് മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, അവിടെ ഇവിടെ എല്ലാം പോകുന്നിടത്ത് ഏത് അടുക്കള വേവുന്ന വയർ ആഹാരവും ദഹിക്കുന്ന വയറാണ്. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അത് അനുഗ്രഹമാണ്. ഭക്ഷണ കാര്യത്തിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്റെ വയറ് കയറി 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കയറി വരാൻ പറ്റുള്ളൂ. അങ്ങനെ ആകാതിരിക്കുന്നതിന്റെ കാരണം ഭക്ഷണത്തിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? ഓക്കെ. ഹോട്ടൽ ഫുഡൊന്നും ആദ്യം കഴിക്കാറില്ല. വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കഞ്ഞി ചമ്മന്തിയാണ് വലിയ കാര്യം. അതാണ്. വേറെ കോഴി, മന്തി, കുഴിമന്തി ഒന്നും എന്നും വേണമെന്ന് വേറെ ഉണ്ടാക്കിയത് കണ്ണാടി പറഞ്ഞാണ്. ഇവിടെ ഉണ്ട് കണ്ണാടി. കുഴിമന്തി വേണം, കുഴിമന്തി വേണമെന്ന് പറഞ്ഞ് എന്നും എന്ത് ചെയ്യുന്നു? 19 ദിവസം കൂടി ഇരിക്കുമ്പോൾ വാങ്ങി കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴിമന്തി കഴിച്ചാലുള്ള ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയാം? നമുക്ക് വേണ്ടുന്ന കുഴി വേഗം മാന്തേണ്ടി വരും. നമുക്ക് എന്തെങ്കിലും ഒരു കുഴി മാങ്ങണമല്ലോ. അത് പെട്ടെന്ന് മാങ്ങണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്നും കുഴിമന്തി കഴിക്കണം. കുഞ്ഞുങ്ങൾ കേൾക്കണം, ഏറ്റവും നല്ല ഫുഡ് ഏതാന്ന് പറയാൻ പറ്റും. ഏറ്റവും നല്ല ഫുഡ് ഏതാണ്? ഏറ്റവും നല്ല ഫുഡ് ഏതാണ്? എവിടുത്തെ ഫുഡാണ്? ഏത് ഹോട്ടലിൽ നിന്നല്ല ഞാൻ ചോദിച്ചത്. വീട്ടിൽ മമ്മി ഉണ്ടാക്കുന്നതുകൊണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് ഏറ്റവും വലിയ കൺസേൺ ഉള്ളത് ആർക്കാണ്? മമ്മിക്ക്. മമ്മി സാമ്പാർ ഉണ്ടാക്കുമ്പോഴും ആ മുളത്തിനകത്ത് ഈ വെജിറ്റബിൾസ് ക്രമീകരിച്ച് സാമ്പാറിന് വേണ്ടിയോ തോരന് വേണ്ടിയോ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയോ ക്രമീകരിക്കുന്ന നിങ്ങളെ മുളക് പരിശോധിച്ച് നോക്കണം. അതിനകത്ത് വില കൂടിയ വെജിറ്റബിൾ ആണെങ്കിലും വെട്ടി മാറ്റിക്കുന്ന നിങ്ങളുണ്ടോ? പലതും ചെറുത് പൊടി കടിച്ചത്, മുഴുവെടുത്തത്, കേട് പറ്റിയത് എല്ലാം ചെയ്യണം. അതല്പം പോലും കറിക്കത് വീഴത്തില്ല. കാരണം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് അമ്മയുടെ കൺസേണാണ്. ആഴ്ചയിൽ ഒരു ദിവസം പോലും കുളിക്കാത്ത ബംഗാളി ഉണ്ടാക്കുന്ന സാമ്പാറിനൊക്കെ നിങ്ങൾ നോക്കണം. മനസ്സിലായി? അവരുണ്ടാക്കുന്ന കടലക്കറിക്കകത്ത് നോക്കണം. മുഴുവതിനകത്ത് എടുത്ത് കളഞ്ഞിട്ടില്ല. വഴുതിനകത്ത് മുഴുവുണ്ട്. അതൊന്നും എടുത്ത് കളഞ്ഞിട്ടല്ല അവരുണ്ടാക്കുന്നത്. പക്ഷേ അമ്മ ഇത് കൂടെ കൂടെ കഴിയും വെടിപ്പാക്കി ഒരു ദോഷം അതിനകത്തിന്റെ ഉറപ്പ് വരുത്തിയ നമുക്ക് ഏറ്റവും നല്ല ഫുഡ് ഏതാ? മമ്മിയുടെ ഫുഡാണ്. ഈ മമ്മിയുടെ ഫുഡ് കഴിച്ചിട്ട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? പറയണം. മമ്മി സൂപ്പർ. മമ്മിക്ക് താങ്ക്സ് പറയാതെ പോകരുത്. മനസ്സിലായോ? മമ്മിയുമായിട്ടുള്ള നിങ്ങളുടെ ആ ഇന്റിമസി ഭയങ്കരമായി. നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും അവസാനം ഉറങ്ങുന്നവരറിയോ? ഏറ്റവും ആദ്യം ഉണരുന്നത് അവസാനം ഉറങ്ങുന്ന അമ്മയ്ക്ക് അവസാനം എഴുന്നേറ്റാ പറയും. ഏറ്റവും അവസാനം ഉറങ്ങുന്ന അമ്മ ഏറ്റവും ആദ്യം എന്തോ ചെയ്യുന്നു? ആ അമ്മ എന്ന പുണ്യത്തെ ഒരിക്കലും പറഞ്ഞത്. നിങ്ങളുടെ വിധം അമ്മയുടെ ഹൃദയം, അമ്മയുടെ കണ്ണും വലയരുത്. അമ്മയോട് ഒട്ടിരിക്കണം, അമ്മയെ സഹായിക്കണം. മനസ്സിലായില്ലേ? അമ്മ എന്ന് പറയുന്ന ആ ഒരു ബന്ധം വ്യവസ്ഥപ്രകാരം ഭയങ്കര അധ്യക്ഷണമായ ബന്ധമാണ്. നിങ്ങളുടെ തലയിൽ ഒരു തുള്ളി മഴ വീഴാതെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുടയാണ്. വെയിൽ കൊള്ളാതെ നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു കുടയാണ്. നിങ്ങളെല്ലാം ഉറങ്ങുന്ന ഇടങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാണെന്ന് ഉറപ്പ് വന്നെങ്കിലേ അമ്മ ഉറങ്ങാൻ പോകുന്നുള്ളൂ. മക്കളുമാരെ കേൾക്കാൻ വേണ്ടി പറയാം. നിങ്ങളുടെ അമ്മ പ്രഭാതമായി കഴിഞ്ഞാൽ നടക്കുന്ന വട്ടത്തിൽ നടക്കുന്ന ദൂരം നിങ്ങൾ നീളത്തിൽ അളന്നാറുണ്ടല്ലോ. അത് കൊടുവല്ലൂരിൽ നിന്ന്
ചെങ്ങന്നൂരെ ചെല്ലുന്ന നീളത്തിലാണ്. ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റു, പ്രാർത്ഥിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് എത്തി. അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്തെ പാലുകാരൻ്റെ അടുക്കൽ, പത്രക്കാരൻ്റെ അടുക്കൽ, അവിടെ ഇവിടെ എല്ലാം പോയി. അതിനുശേഷം നിങ്ങൾ വിളിച്ച ഓരോ വിളിപ്പുറത്തും അമ്മ എത്തി. അപ്പൊ എന്നെ പറഞ്ഞു, എൻ്റെ മാത്സിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു മമ്മി. മാത്സിൻ്റെ ബുക്ക് എടുക്കാൻ മമ്മിയോട്. അത് കഴിഞ്ഞ് വേറൊരു വിദ്വ വരിക, എൻ്റെ ടാഗ് ഉണ്ടായിരുന്നു മമ്മി. ടാഗിൻ്റെ പോയ കാര്യം പോകണം മമ്മി. മനസ്സിലായി? ചേച്ചി വാല് എന്ന് പറയുമ്പോൾ ഈ മമ്മി അങ്ങോട്ട് പോകണം, പാലുകാരൻ്റെ അടുക്കലേക്ക്. അങ്ങനെ ബെഡ്റൂമിൽ നിന്ന് അടുക്കളയിലേക്കും, അടുക്കളയിൽ നിന്ന് വിവിധ റൂമുകളിലേക്കും, മുറ്റത്തേക്കും, അവിടെ ഇവിടെ എല്ലാം കൂടി ഇങ്ങനെ നടക്കുന്ന ദൂരത്തെ നീളത്തിൽ നടക്കണം. അപ്പോഴാണ് അതിൻ്റെ ഇനി നിങ്ങളുടെ ഈ മമ്മിയുടെ കൂടെ ജീവിക്കുന്ന ഒരു പപ്പായുണ്ട്. കട്ടൻ കാപ്പി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ത്യാഗെടുക്കുന്നതിനിടയ്ക്ക് എന്തോ എടുക്കാൻ പോകണം. നീ മമ്മിയുടെ ഭർത്താവ് ഒരു ഉപദേശിയാണെങ്കിൽ എന്റെ ഷർട്ട് തേച്ചായിരുന്നോ, എന്റെ ഊറിയും കണ്ടില്ല, തുമ്മിയും കണ്ടില്ല, മാർപ്പതക്കം കണ്ടില്ല. ഇതെല്ലാം ആരെടുത്ത് കൊടുക്കണം? ഇതിനെല്ലാം കൂടി ഇവർ ഓടുന്ന ഓട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്കി. തൊഴുന്നു നിങ്ങളെ വെക്കുന്നുണ്ട്. പുണ്യമാണ് നിങ്ങൾ, പുണ്യമാണ്. മക്കളുമാരോട് ഞാൻ പറയുക, പണം കരുതാൻ അമ്മയോട്. എൻ്റെ വായനയിൽ കഴിഞ്ഞിടയ്ക്കൊരു കവിത വന്നു വിട്ടു. എൻ്റെ പേര് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് മാത്രമല്ല, കവി അടുത്ത് കിട്ടിയാൽ ഒറ്റ വീട്ടിൽ ശരിയാക്കി. അതുപോലൊരു പേര് കവിതയ്ക്ക്. എന്താ പേരെന്നറിയാം? അമ്മ മരിച്ചു ആശ്വാസമായി. കവിതയുടെ പേരാണ് അമ്മ മരിച്ചു. പേര് വായിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു മാതിരി വല്ലാതെ തോന്നി. വായിക്കുന്നതിന് നമുക്ക് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ മനസ്സിനകത്ത് അമ്മ മരിച്ചു പോയി കൊടുക്കാൻ എത്ര വലിയ ആശ്വാസം. എന്നാൽ വായിച്ചത് പറഞ്ഞ് വായിച്ചു തുടങ്ങിയപ്പോഴാണ് അതൊരു ടിസ്റ്റാണ്. അമ്മ മരിച്ചതിന്റെ വ്യസനമെല്ലാം കൂടെ അദ്ദേഹം വരികളിൽ ഇങ്ങനെ വാരി നിറച്ചിരിക്കും. ആദ്യത്തെ വരി തന്നെ ഇങ്ങനെയാണ്: കൂട്ടുകാരുമൊത്ത് ചുറ്റിത്തിരിഞ്ഞ് രാത്രിയേറെ വൈകിയാണ് ഞാൻ വീട്ടിലെത്തുക. ഞാൻ വരുന്നത് വരെ ഉമ്മറത്ത് കെടാത്തൊരു വിളക്കുമായി എന്നെ കാത്തിരുന്ന ഒരാളാണ് അമ്മ. ഇന്നലെ യാത്രയായി. രാത്രി എത്ര വൈകിയാലും ഞാൻ വന്നിട്ട് ഉമ്മറത്ത് വിളക്കണയുമായിരുന്നുള്ളൂ. അതാണ് എൻ്റെ അമ്മ. അപ്പൊ ആശ്വാസമായി എന്ന് പറയുന്നതിനകത്ത് സന്തോഷപ്പെട്ടല്ല. ഇനി എന്നെ കാത്തിരിക്കാൻ ആളില്ലവിടെ. എനിക്ക് വേണ്ടി കത്താക്കൊരു വിളക്കില്ല, അണഞ്ഞുപോയി എന്നാണ് ഒരു അർത്ഥം. അമ്മ എന്ന് പറയുന്ന പുണ്യമത. അടുത്തവര് കേൾക്കണം. കൂട്ടുകാരുമൊത്ത് ചുറ്റിത്തിരിഞ്ഞ് ഒത്തിരി കഴിച്ചിട്ട് വയറ് നിറഞ്ഞ് വീട്ടിലെത്തുന്ന എനിക്ക് ഒന്ന് കിടന്നുറങ്ങിയാ മതി. ഉറങ്ങാൻ വേണ്ടി ഞാൻ പോകുമ്പോ, ഉണ്ണി കഴിക്കുന്നില്ലേ നീ? വേണ്ടമ്മ, ഞാൻ കഴിച്ചതാ. മിണ്ടി പോകരുത്, നീ വന്നിട്ട് കഴിക്കാൻ ഞാൻ കാത്തിരിക്കുക. അത്താഴപ്പട്ടി കിടക്കൽ ഉണ്ണിയെ, വാ കഴിക്ക എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചൂട്ടുന്ന ഒരാളുണ്ടായിരുന്നു വീട്ടിൽ. ഇന്നലെ യാത്രയായി, ഇനി എനിക്ക് അത്താഴപ്പട്ടി കിടക്കാം. അതിനകത്തെ ആ ചിന്ത നിങ്ങളെ നോക്കിക്കേ. അതാണ് അമ്മ എന്ന് പറയുന്നത്. അതാണ് ഇരുട്ട് നന്നായി കനത്ത് കഴിയുമ്പോൾ മുറ്റത്തൊരനക്കം കെട്ടിട്ട് പെട്ടെന്ന് കവിത തുറന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പിൻവിളി, നീ വെട്ടമെടുത്തോ എന്ന് ചോദിക്കുന്ന ഒരു പിൻവിളി ഉണ്ടായിരുന്നു. ഇന്നലെ നിശബ്ദമായി. ശബ്ദം കണ്ട് തലത്തോടെ നമ്മൾ ചാടി ഇറങ്ങും. വിളക്കന്റെ കുഞ്ഞിന്റെ കയ്യിലുണ്ടോ? ആർക്കേ ഉള്ളു ബോധം? അമ്മയ്ക്കേ ഉള്ളൂ. ഇങ്ങനെ കുറെ ചിന്തകളാണ്. അദ്ദേഹം ആളുകളത് വായിക്കണമെന്ന് പറഞ്ഞായിരിക്കും ആ പേരിട്ടിരിക്കുന്നത്. കൽപ്പറ്റ നാരായണൻ എന്ന് പറഞ്ഞൊരു കവിയാണ്. കൽപ്പറ്റ നാരായണൻ, അമ്മ മരിച്ചു ആശ്വാസം. യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും ആ കവിത. ഒന്നെങ്കിൽ കൽപ്പറ്റ നാരായണൻ എന്ന പേര് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അമ്മ മരിച്ചു ആശ്വാസമായി എന്ന് അടിച്ചു കൊടുക്കണം. ആ വരികൾ നിങ്ങൾക്ക് കിട്ടും. അമ്മയൊരു വലിയ പുണ്യമാണ്. അപ്പനും അതേപോലെ തന്നെയാണ്. രാത്രി വളരെ വൈകി വരുന്നിടം വരെ കാത്തിരിക്കുന്നു അമ്മ. വന്നു കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നു. കഴിച്ചിട്ട് കിടന്നാൽ മതി മമ്മി, ഞാൻ കഴിച്ച മമ്മി പ്ലീസ്, അത് പറഞ്ഞൊരു കാര്യമില്ല, കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കും. അപ്പൊ അങ്ങനെ പറയുന്നൊരു പരിക്കൻ ശബ്ദം, എടി അവനെ വേണ്ടാക്കി എടുത്ത് വെച്ചിട്ട് നീ കിടന്ന് ഉറങ്ങും, നീ തന്നെ നിർബന്ധിക്കുന്നു. ആ പരിക്കൻ ശബ്ദം ആരുടെ? അപ്പൻ്റെയാണ്. പക്ഷെ വേറെ കാര്യമാണ്, അദ്ദേഹം അത് പറയുമ്പോഴും ആ നെഞ്ചിലൊരു കടലിരമ്പുണ്ട്. അതും കൂടെ കേട്ടാൽ നമ്മൾ കഴിച്ചിട്ട് കിടക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൻ്റെ ഹൃദയവേദനയാണ് ആ വാക്കുകളിലൂടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം, അപ്പനെയും അമ്മയും ഒരിക്കലും പിണക്കരുത്.
അവസാനം വരെ. ഇന്നത്തെ ആധുനിക തലമുറയുടെ ഏറ്റവും വലിയ ഗതികൾ എന്താണെന്നറിയാമോ? അപ്പനും അമ്മയും മരിക്കുന്ന വിവരം ഓൾഡേജ് ഹോം എന്ന് പറഞ്ഞ് അറിയുന്നു. നിങ്ങളുടെ കൊണ്ടുവന്ന് ആക്കിയ പ്രായമുള്ള അപ്പച്ചനല്ലേ മരിച്ചുപോയി, ബോഡി ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വന്ന് കൊണ്ടുപോകുമോ? ആ പ്രായമുള്ള അപ്പച്ചൻ നിങ്ങളോട് കൊണ്ടാക്കിയില്ലേ, അവരിന്നലെ മരണപ്പെട്ടു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഓൾഡേജ് ഹോംകാര് പറയുമ്പോഴാണ് ഇവരറിയുന്നത്. പറയിൽ വെച്ചാൽ പൊടി തെറ്റും എന്ന് പറഞ്ഞ് നെഞ്ചിന്റെ ചൂട് തന്ന് വളർത്തിയ മാതാപിതാക്കൾ ഓൾഡേജ് ഹോമിൽ കൊണ്ട് തള്ളുന്ന ഈ ആധുനിക തലമുറയുടെ ഗതികളിലേക്കൊന്നും നമ്മുടെ തലമുറ പോകാതെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണം. അത് കുടുംബത്തിന്റെ പവിത്രമാണ്, കുടുംബത്തിന്റെ പരിപാലനതയാണ്, കുടുംബത്തിന്റെ നൈർമല്യതയാണ്. അത് പോകുക ഇവിടെ സമാധാന ഭവനം. വീട്ടിൽ എല്ലാവരും എന്താ ഉണ്ടാക്കണം? നമ്മളൊരു വാക്ക് പറയുന്നതിലൂടെ പോലും നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം എന്ത് ചെയ്യരുത്. ചില വീട്ടിൽ നല്ല പൗർണമാസിയായിരിക്കും, നല്ല പൗർണമാസി എന്ന് പറഞ്ഞാൽ എന്താ? നിലാവ്, വെളുത്ത വളവ്. ഒറ്റ വ്യക്തി ഒറ്റ വാക്ക് പറഞ്ഞ് അതിനെ അമാവാസിയാക്കി മാറ്റി, അർത്ഥമാക്കി മാറ്റും. അത് ചിലപ്പോൾ അപ്പനായിരിക്കും, അമ്മയായിരിക്കും, മക്കളായിരിക്കും, മരുമക്കളായിരിക്കും, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി, ആ അന്തരീക്ഷം മൊത്തത്തിൽ എന്തോ ചെയ്യും. പിന്നെ ആരും രണ്ടാമത്തെ കൂടിയാട്ടോ. അതുകൊണ്ട് ഓർത്തു കൊള്ളണം എല്ലാവരും, അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളെല്ലാം ഓർത്തു വേണം. വീട്ടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു കാര്യത്തിൽ വേണം. ഞാൻ നിമിത്തം വീട്ടിൽ എന്തോ ഉണ്ടാകണം? സമാധാനം പൂരിതമാകണം. അതാണ് സമാധാന നിവാസം. ഉച്ചകഴിഞ്ഞുള്ള സെഷൻ നമ്മൾ വേറൊരു പാഠം ഇതിന്റെ തുടർച്ചയായിട്ട് പഠിക്കാം. അതുകൊണ്ട് ഇത് നിങ്ങളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വിശപ്പായോ? ഓക്കെ, ഒരു കാര്യം പറയട്ടെ. ഒന്ന് സമാധാന നിവാസം. അപ്പൊ സമാധാനം എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ദൈവത്തോട് സമാധാനമുള്ളവർക്ക് മാത്രമേ സമാധാനം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റൂ. റോമാലേഖനം 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നമുക്ക് ദൈവത്തോട് എന്തോ ഉണ്ട്? എടുത്തൊരിക്കലും തല്ലിപ്പൊട്ടിക്കലും ബഹളങ്ങളും വിമർശനങ്ങളും വിരോധങ്ങളും വിദ്വേഷങ്ങളും വിഭാഗികതകളും ഇല്ലാതെ ഒന്നായി നിൽക്കുന്ന ആ ഒരു അനുഭവം ദൈവത്തോട് സമാധാനമുള്ളവർക്കേ പറ്റൂ. പരസ്പരം കുറ്റപ്പെടുത്തരുത്, വിമർശനം വിരോധം ഒന്നും വേണ്ട, സമാധാനം നശിപ്പിക്കുന്ന ഒരു ഇടപാടും വേണ്ട. മനസ്സിലായോ? അതാണ് ഒന്നാമത് സമാധാന നിവാസം. 2 നിർഭയവസതി. എന്താ നിർഭയവസതി എന്നറിയാമോ? സ്വന്തം വീട്ടിനകത്ത് ഭയരഹിതമായി ജീവിക്കാൻ പറ്റും. സ്വന്തം വീട്ടിൽ ഭയത്തോടെ ജീവിക്കേണ്ടി വരുന്ന ചില വീടുകളുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? നമ്മുടെ അനുവാദമില്ലാതെ അറിവില്ലാതെ നമ്മളോടുകൂടെ പിശാചുകൾ പാർക്കുന്നുണ്ട്. അതാണ് ആ വീടിന്റെ ഭയത്തിന്റെ കാരണം. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകാൻ പേടിയാണ്, മുറ്റത്തുനിന്ന് വീട്ടിന് അകത്തേക്ക് കയറാൻ പേടിയാണ്, അകത്തുനിന്ന് മുറ്റത്തോട്ട് ഇറങ്ങാൻ പേടിയാണ്. എന്തോ ഉണ്ടെന്നവിടെ മുറിയുടെ കഥ തുറക്കുമ്പോൾ ഒരു വെള്ളായം പോലെ കണ്ടത്. അത് വെറുതെ അല്ല, പിശാചുണ്ടതിനകത്തത് തന്നെയാണ്. മനസ്സിന്റെ വിഭാവനയൊന്നുമല്ല, വെറുതെ കിനാവൊന്നുമല്ലത്. വീട്ടിനകത്ത് പിശാചുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ ഞാൻ 2 കാര്യം. നമ്മൾ ഇത്രയും പേര് ഇരിക്കുന്നവരൊക്കെ മണികണ്ഠൻ ഈച്ച വളർത്തുന്നുണ്ട്. മണികണ്ഠൻ ഈച്ച എന്ന് പറഞ്ഞാൽ അറിയോ? നീല നിറമുള്ള കാണാൻ സൂപ്പർ. പക്ഷെ അത് ഇരിക്കുന്ന എവിടെ അറിയോ? ജീർണിച്ച മത്സ്യമാംസ അവശിഷ്ടങ്ങളിൽ ഇരിക്കത്തോളൂ. കണ്ടിട്ടുണ്ടോ സംഭവം? നമ്മുടെ ഇടയ്ക്കൂടെ വളർത്തുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് വളർത്തുന്നില്ല? അവൻ ഇരിക്കാൻ പറ്റിയ ഒന്നുമില്ല. മനസ്സിലായോ? 2 ദിവസം പഴക്കമുള്ള ഒരു മീൻ്റെ തലയിൽ കൊണ്ടുവച്ച് 2 മിനിറ്റ് കഴിഞ്ഞതിന് മുമ്പ് വന്നിരിക്കും. എവിടുന്ന വരുന്നത് ഒരു പിടിയില്ല. അവൻ ഇരിക്കാൻ സംഗതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കും? ഇത് തന്നെയാണ് വീട്ടിലെ പിശാചിന്റെ സാന്നിധ്യം. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ വീട്ടിലൊന്നും പിശാചി കയറുന്നില്ല. പക്ഷെ കയറുന്നതിന്റെ കാരണം അവൻ നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കിയതുകൊണ്ടാണ്. എക്സ്കർഷന് പോയപ്പോൾ മയില്, കുയില്, ഒട്ടകം, ആന, കുതിര അതിനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ഷോക്കേസിൽ കൊണ്ട് നിറച്ചു വെച്ചിട്ടുണ്ടോ? പിശാചി മാറത്തില്ല. കാരണം പിശാചി ശരീര കാക്ഷിയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഈ വസ്തുത അറിയാവുന്ന ദൈവം മുൻപേ നമ്മളോട് പറഞ്ഞു, ആകാശത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, സമുദ്രത്തിലുള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്. ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്. ജീവനുള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്. മുറ്റത്ത് ചെടി കത്തിരിക്കുമ്പോൾ പോലും അതിനകത്ത് പോക്കും കുളവിയും ഒന്നും ഉണ്ടാകരുത്. ചെടി ചെടിയായി വളരട്ടെ. അതിന് മൂക്കിനെ ഉണ്ടാക്കി വെച്ച്, ആന ഉണ്ടാക്കി വെച്ച്, നോ, ഒന്നിന്റെയും. ഇരിക്കുന്ന കസേരയുടെ കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. ചില കസേരയൊക്കെ കണ്ട സിംഹം, കടുവ, പുലി, തുമ്പിക്കൈ, ഇതൊന്നും 19 വീട്ടിൽ പാടില്ല.
ആശാരുടെ കലാവിരുദ്ധനെ ശ്ലാഘിച്ചോണം. ആ സാറേ സൂപ്പറായിട്ടുണ്ട്, പക്ഷെ എനിക്കിത് വേണ്ട എന്ന് പറയാൻ ഭക്ഷണം. കലാവിരുദ്ധമൊക്കെ കൊള്ളാം, പാർശ്വഭംഗി, ശില്പജാതിവേദ ഗംഭീരമായിട്ടുണ്ട്, കൊള്ളാം. പക്ഷേ എന്തിൻ്റെങ്കിലും രൂപമാണെങ്കിൽ അത് ഭജന വിരോധമാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ഷോക്കേസിൽ നിന്ന് നോക്കണം, എന്തിൻ്റെങ്കിലും രൂപമുണ്ടോ, ഉണ്ടെങ്കിൽ എടുത്ത് തല്ലിക്കൊണ്ട് ഇതുപോലെ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ ഒന്നിൻ്റെ രൂപം ഉണ്ടാകാൻ പാടില്ല, ഒന്നിൻ്റെ രൂപം ഉണ്ടാകാൻ പാടില്ല. സഹോദരിമാർക്ക് ഒരു തത്വശാസ്ത്രം ഉണ്ടറിയാമോ? ഇതിന് മാത്രം സ്വകാര്യമായി കൊണ്ട് നടക്കുന്ന ഒരു സംഭവമുണ്ട്. ചെടി ചോദിച്ചു വാങ്ങിച്ചാൽ പച്ച പിടിക്കത്തില്ല, കട്ടൊടിച്ചു കൊടുത്തോളൂ. തങ്കമാമ ഇതിന്റെ ഒരു കമ്പനിക്ക് തരാമോ? അങ്ങനെ ചോദിക്കുമ്പോൾ തരാൻ തങ്കമാമയ്ക്ക് ഒരു മടിയായിരിക്കും. അങ്ങനെ തന്നാലും അതെന്തോ ചെയ്യത്തില്ല, പച്ച പിടിക്കത്തില്ല. അതുകൊണ്ട് കൂട്ടായ്മ ചെയ്യുമ്പോൾ തങ്കമാമയുടെ ഒരു കമ്പടിച്ചു. എന്നിട്ട് വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പേ അതെന്തോ നട്ട് വെള്ളം ഒഴിച്ചിട്ട് കയറാം. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് കിണച്ചാർത്താവും. അപ്പൊ പണ്ടാലും അമ്മച്ചിമാര് പറഞ്ഞു വെച്ച സാധനം ചെടിയാണെങ്കിൽ എങ്ങനെ ഒടിക്കണമെന്നാണ് നട്ട് ഒടിച്ചു കൊടുത്തണം. അങ്ങനെ നല്ല ചെടി മുറ്റത്ത് വളരുന്നുണ്ടെങ്കിൽ വെട്ടി കളഞ്ഞോളാം, അതിന്റെ അവകാശം പിശാച്. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊന്ന്, പിശാചിന്റെ സേവയുമായി ബന്ധപ്പെട്ട മന്ത്രവാദ പുസ്തകങ്ങൾ, അതിന്റെ ലേഖകൾ, അതിന്റെ യാതൊരു സംഗതികളും നമ്മുടെ വീട്ടിലുണ്ട്. മനസ്സിലായി? നമ്മൾ വാങ്ങിക്കുന്ന പാത്രങ്ങളും അതിൽ എല്ലാം നോക്കിക്കോണം. ഗവൺകടയിൽ നിന്ന് കിട്ടുന്ന കലണ്ടർ പോലും നോക്കിക്കോണം, അതിന്റെ കവർ പോലും നോക്കിക്കോണം. അതിനകത്ത് ദേവതമാരുടെയും ദേവന്മാരുടെയും ഒക്കെ ചിത്രീകരണം ഉണ്ടെങ്കിൽ വർദ്ധിച്ച് പറയണം. മനസ്സിലായത്? നമ്മൾ നോക്കത്തില്ല, സാരിയുടെ ഡിസൈൻ ഒന്ന് നോക്കണം, ചുരിദാറിന്റെ ഡിസൈൻ ഒന്ന് നോക്കണം. അത് മതചിഹ്നങ്ങളോ മറ്റോ ആണെങ്കിൽ ഇനി പെട്ടോണ്ടിരുന്നിട്ട് നോക്കിയിട്ട് കാര്യമില്ല. വായിക്കുമ്പോഴൊക്കെ ഈ തുണി നല്ലതാണെന്ന് ഇങ്ങനെ നോക്കുന്നതിന് പകരം അത് നോക്കിക്കോ, കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഡിസൈൻ എന്തോ ഇല്ല, നന്നായിട്ട് നോക്കണം. ഞാൻ വൈസ്കൂൾ അധ്യാപകനായിട്ടിരുന്ന സമയത്ത് ഗ്രാജുവേഷന് കുഞ്ഞുങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് വേണ്ടി സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് പ്രസ്സിൽ നിന്ന് 50 പോയി 150 സർട്ടിഫിക്കറ്റ് അടിച്ചുകൊണ്ട് നോക്കാം. CPH, BPH, DPH എന്നൊക്കെ പറഞ്ഞിങ്ങനെ 150 അടിച്ചുകൊണ്ട് 150 കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുക. വണ്ണമെടുത്ത് ഞാനിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ശ്രീകൃഷ്ണൻ രാധയും കൂടി ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ചിത്രീകരണമാണ് ആ പ്രതലത്തിലുള്ളത്. പെട്ടെന്ന് അറിയത്തില്ല, സൂക്ഷിച്ച് നോക്കിയിട്ട് അറിയത്തുള്ളൂ. മനസ്സിലായില്ലേ? അതിനകത്താണ് ഇവരുടെ പേര് പഠിച്ച് ഇത്ര വർഷം പഠിച്ചു എന്നൊക്കെ പറഞ്ഞടിച്ചു. 150 എണ്ണം കൊണ്ട് കത്തിച്ചു പറയുന്നത്. ഇതിന് വേറെ അടിച്ചു, പ്രസ് അടച്ച പൊടിക്കാഞ്ഞ തുറന്ന് എടുപ്പിച്ച് ഒറ്റ രാത്രി കൊണ്ട് പിന്നെ അടിച്ചു. രാവിലെ ഗ്രാജുവേഷന്റെ സെറമണി 1 മണിക്ക് തീരേണ്ടതാണ്. അത് അല്പം കൂടെ മുമ്പോട്ട് കയറ്റി വെച്ച് പിറ്റേ ദിവസം ഒരു 11 മണി ആയപ്പോഴത്തേക്ക് ഇത് മൊത്തം കൊണ്ട് അടിച്ചു കിട്ടി. അതാണ് കൊടുത്തത്. ശ്രദ്ധിച്ചോണം, നമ്മൾ വാങ്ങിക്കുന്ന ഓരോ സംഗതികളിലും മതചിഹ്നങ്ങളും മതത്തിൻ്റെതായിരിക്കുന്ന രേഖകളും അതിൻ്റെ പഠനങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതൊന്നും പാടില്ല നമുക്ക്. ഇനി വേറെ കനത്തൊരു കാര്യം, ഇതെല്ലാം കനത്തതാണ്. അടുത്തൊരു കാര്യം, നമ്മുടെ വീട്, നമുക്ക് അവകാശപ്പെട്ട സ്ഥലം, നമ്മുടെ പേരിൽ ന്യായമായ രീതിയിൽ വന്ന സ്ഥലത്താണ് നമ്മുടെ വീടെങ്കിൽ അത് നിർഭയ വസതിയാണ്. പെങ്ങൾക്ക് പോകേണ്ടത് ആങ്ങളെ അടിച്ചു മാറ്റിയതാണെങ്കിൽ ആങ്ങളയ്ക്ക് പോകേണ്ടത് പെങ്ങളും അളിയനും കൂടെ പിടിച്ചെടുത്തതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ വരത്തില്ല, നിർഭയമാകത്തില്ല. അമ്മാച്ചന്റെ പറമ്പ് വെട്ടിയെടുത്തതാണെങ്കിൽ അനന്തരങ്ങൾ പോകേണ്ടത് അമ്മാച്ചന്റെ കയ്യിൽ വന്നതാണെങ്കിൽ അയൽവക്കക്കാട്ടിൽ മാറ്റി എടുത്തതാണ് അതിനകത്ത് നമ്മുടെ വീട് വെച്ചതെങ്കിൽ നമ്മുടെ വീട് അങ്ങോട്ട് കയറി നിൽപ്പുണ്ടെങ്കിൽ അതിന്റെ അവകാശം ഏതായിരിക്കും? പിശാചായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മുടേതല്ലാത്തവർ അതിലാണ് നമ്മൾ വീട് വെച്ചിരിക്കുന്നെങ്കിൽ എന്തുവാ? പിശാചിന് അവകാശം പറയേണ്ടി വരും. അത് വളരെ, അതുകൊണ്ട് കമ്പ്യൂട്ടർ വേദന മനസ്സുകൊണ്ട് ചിന്തിക്കണം. നമ്മുടെ വീട്ടിനകത്തുള്ള ഉപകരണങ്ങൾ, നമ്മുടെ വീട്ടിനകത്തുള്ള സകല സംഗതികളും ആ വീട് നിൽക്കുന്ന പറമ്പടക്കമുള്ളത് ന്യായമായി നമ്മുടെ പേരിലേക്ക് വന്നതാണോ? ഇത് അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ അത് നിർഭയ വസതിയായി. ചില ബന്ധന്മാര് പറയും, ഞാനൊരു പരാതി കൊടുത്താൽ അവൻ വീട് പിടിച്ചോണ്ട് പോകേണ്ടി വരും. മനസ്സിലായി? വിട്ടുകൊടുത്തതായിരിക്കും ആങ്ങളൊക്കെ, പെങ്ങൾക്ക് വിട്ടുകൊടുത്തായിരിക്കും ആങ്ങള. അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങനെ നമ്മുടെ പേരിലേക്കുള്ളതാണെന്ന് മാത്രം നമുക്ക് ഉറപ്പുണ്ടാവും. അത് ഏറ്റവും പ്രധാനമായ സംഗതി. മറ്റാരുടെയും എൻ്റെ കയ്യിലില്ല എന്ന് എന്തോ വേണം? ഉറപ്പ് വേണം. ശാപം നിങ്ങളുടെ ഇരിക്കുന്നു. ശാപം യോസേഫ് എന്തുവാ ശാപം? അത് നീ കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു.
ചീട്ടിട്ടു. ആരെ പിടിച്ചു? ആഖാനെ പിടിച്ചു. ആഖാനോട് ചോദിച്ചു, എന്താ കുഞ്ഞെ? അപ്പോൾ അവൻ പറയുന്നു, ഒരു ബാബിലോണിന്റെ മേലങ്കി, ഒരു വെള്ളിക്കട്ടി, ഒരു പൊൻകട്ടി കണ്ടു, മോഹിച്ചു, എടുത്തു, വീട്ടിനകത്ത് മുടികുത്തി ഇട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടേതല്ലാത്തത് വല്ലതും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വീട് എന്തോ ആകത്തില്ല. നീ വീട് പണിയാൻ ഉപയോഗിച്ച സാധന സാമഗ്രികൾ നേരിന്റെ വഴിയിലൂടെ കിട്ടിയതാണോ? കോൺട്രാക്ടറായിരുന്നു. പാലം പണിയാൻ വേണ്ടി പണിത സിമെന്റിന്റെ 5 പാക്കറ്റ് അടിച്ചു മാറ്റിയാണോ നമ്മൾ നേച്ചത്? നമ്മുടെ വീട്, നമ്മുടെ കമ്പി, കട്ട, കല്ല്, സിമെന്റ്, പെയിന്റ്, തടി, ഇതെല്ലാം നമ്മളുടെ അധ്വാനത്തിൻ്റെതാണോ? അല്ലെങ്കിൽ അതിനകത്ത് 4 മാനത്തില്ല. നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയതുകൊണ്ട് തുറന്ന് പറയുന്നത് വേറെ ഒന്നും വിചാരിക്കരുത്. തുറന്ന് പറയാനുള്ള എനിക്കുള്ള ധൈര്യം നിങ്ങളെ കാര്യം എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ്. അത് ഈ ഫോർമുലയിലോട്ട് പരിചയമുണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആരാണ്, ഏതാണ്, എന്തുവാ തസ്തിയെന്നൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ഒരു അറിവില്ലായ്മയുടെ പുറത്താണ് ഞാൻ തുറന്നു പറച്ചിൽ നടത്തുന്നത്. അതിന്റെ ആത്മിക വസ്തുത നിങ്ങൾ തിരിച്ചറിയും. നമ്മുടേതല്ലാത്തൊന്നും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ആ വീട് നിർഭയവസതിയാകത്തില്ല. നിർഭയവസതിയാകണമെങ്കിൽ കമ്പ്യൂട്ടർ പോലെ സ്കാൻ ചെയ്ത് വീടിനാകും പുറം പരിശോധിച്ചാൽ നമ്മുടേതല്ലാത്തതൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ അതാണ് ഏത് വസതി. ഇനി വേറെ ചിന്തയോടെ പറയാം. നിങ്ങൾ ഓരോ അങ്ങോട്ട് പഠിച്ചോണം. വേറെ ചിന്ത, നമ്മുടെ അകത്തെ വിശ്വാസ പ്രമാണത്തിന് വിരുദ്ധമായിട്ടാണ് നമ്മുടെ വീട്ടിലൊരു വിവാഹം നടന്നതെങ്കിൽ പെന്തക്കോസ്തിന്റെ ജീവിതമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നയിച്ചത്. മോള് പോയി കെട്ടിക്കൊണ്ട് വന്ന മോനെ പെന്തക്കോസ് എന്താണെന്ന് അറിയത്തില്ല. അവൻ വിഗ്രഹാരാധിയാണെങ്കിൽ പിശാചില്ല. മോൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് വേറെ അന്യ മതസ്ഥ ആണെങ്കിൽ പറഞ്ഞാൽ ആഹാബ് എന്ന യഹൂദൻ പോയി വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് ആരെയാണ്? ഇസബേലിനെ. അന്ന് മുതൽ ഇസബേലിന്റെ ചരിത്രം കേൾക്കാൻ പാടില്ല. ദാവീദിന്റെ മകനായിരിക്കുന്ന ശലോമോൻ പോയി അന്യ സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു, ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി, ഇസ്രായേലിന്റെ ഖജനാവിൽ നിന്ന് പണം വാരിക്കോരി ചെലവഴിച്ചു, ക്ഷേത്രങ്ങൾ, പൂജാവിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. അതോടുകൂടി ഇസ്രായേൽ ശാപത്തിലേക്ക് പോയി. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നമ്മുടെ അതേ ഉപദേശ തനിമയിൽ നിൽക്കുന്നു എന്ന് ഉറപ്പ് വേണം. സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്, കണ്ടവരെ കൊണ്ട് വീട് നിറച്ചു. മനസ്സിലായി? വായിച്ചിട്ടുണ്ടോ? വിളിച്ചവരാരും വന്നില്ല. അതുകൊണ്ട് നീ തെരുവിൽ ഇറങ്ങി കണ്ടവരെ കൊണ്ടെന്ന് വയ്ക്കണം. കണ്ടവരെ കൊണ്ട് വീട് നിറയ്ക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആദർശവും നമ്മുടെ ഉപദേശവും നമ്മുടെ സംസ്കാര തനിമയും അഭിഷേകത്തിന്റെ സംസ്കാരവും സൂക്ഷിക്കുന്നവർ മാത്രം മതി നമ്മുടെ വീട്ടിൽ. എത്ര വലിയ സാമ്പത്തികം കിട്ടും, എത്ര വലിയ ബന്ധം കിട്ടുമെന്ന് വന്നാലും ഉപദേശത്തെ പണയപ്പെടുത്തി ഒരു വിവാഹവും നടത്താൻ പാടില്ല. അത് ഏറ്റവും പ്രധാനമാണ്. സാമ്പത്തികമായിട്ട് അവൻ ചെന്നതിന് ശേഷം അവർ പരമ്പരാഗതമായി കാശുള്ളവരാണ്. ഏത് സമയത്താണ്? സമയത്തല്ല. പക്ഷെ എവിടെ അല്ല, മോള് മെഡിക്കല്ലേ ആത്മീയമായിട്ട്. പെക്കൊച്ചു സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു. BYPക്ക് ഒറ്റയ്ക്ക് നിന്ന് സമാധാനം പറഞ്ഞ പാർട്ടിയായിരുന്നു. അത്രയ്ക്ക് പിടിപിടിക്കുകയായിരുന്നു. മനസ്സിലായോ? അത്രയ്ക്ക് പിടിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി കണ്ടെത്തിയ ചേർക്ക് സമയം പോകുന്നവനല്ലെന്ന്. അമ്മാമ നമുക്ക് തരുന്ന ഒരു ഉറപ്പെന്താണെന്നറിയാമോ? വാസ് നോക്കിക്കോ, 2 ആഴ്ച കൊണ്ട് എന്റെ മോൾ അവനെ ഇങ്ങോട്ട് നേടുക. ഉറപ്പാണോ? പിന്നെ ഉറപ്പാണ്. കല്യാണം നടന്നു. 2 ആഴ്ച വേണ്ടി വന്നില്ല. ഒറ്റയാഴ്ചയ്ക്ക് അവൻ ഇവിടെ അങ്ങോട്ട് നേടി. പള്ളിയില്ല, പട്ടമില്ല, വരച്ചു കുറിച്ചു അല്ലെ നടക്കുക. എത്ര എണ്ണത്തിനുള്ളത് അഡ്രസ് അറിയുന്നതാണ്. പെന്തക്കോസ്തിൽ പറന്ന് വീണിട്ട് പെന്തക്കോസ്തിലെ ആചാരങ്ങൾ, പെന്തക്കോസ്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുഭവിച്ച് കല്യാണം കൊണ്ട് വിശ്വാസം വിട്ടുകൊടുത്തു പോയ നിരവധി കുഞ്ഞുങ്ങളുണ്ട്. അബദ്ധം പറ്റല്ലേ? അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ നിമിത്തം ആര് കയറി വരും? ഇസ്രായേലിനകത്ത് പിശാച് കയറിയത് ആഹാബിന്റെ ഭാര്യ ഇസബേലിന്റെ നിമിത്തം. ഇസ്രായേലിനകത്ത് അനാത്മികത വന്നത് ശലോമോന്റെ ഭാര്യമാർ നിമിത്തമാണ്. 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിൽ വായിച്ചു നോക്കണം. അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നില്ല. അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ എന്തോ ചെയ്തു? അന്യ ദൈവങ്ങളിലേക്ക് വശീകരിച്ചു. അന്യ ദൈവങ്ങളിലേക്ക്. അപ്പോൾ പിശാചിന്റെ സാന്നിധ്യം വീട്ടിനകത്ത് വരും. നമ്മളായിട്ട് പ്രാർത്ഥനാഭിഷേകം ഉണ്ടാക്കരുത്. മരുമോന് വേണ്ടി പ്രാർത്ഥിക്കണേ, മരുമോന് വേണ്ടി പ്രാർത്ഥിക്കണേ. ആര് പറഞ്ഞ അങ്ങനെ മരുമോനെ വിളിച്ചോണ്ട് വരാൻ? പന്തക്കോസ്തിനകത്ത് നിന്നിട്ട് അങ്ങനെ മരുമോനെ വിളിച്ചോണ്ട് വരാൻ ആര് പറഞ്ഞെന്ന്? നമ്മളായിട്ട് ചില പ്രാർത്ഥനാഭിഷേകങ്ങൾ ഉണ്ടാക്കുകയാണ്.
അത് വരാൻ പാടില്ല. കുഞ്ഞുങ്ങൾക്ക് ഉത്തമമായ ദാമ്പത്യ ജീവിതം. സമയമാകുമ്പോൾ ദൈവം തരും. നന്നായിട്ട് എടുത്തിയാടി M4 മാട്രിമോണി എന്നൊക്കെ പറഞ്ഞ് പോകരുത്. മനസ്സിലായില്ലേ? കിഴക്കത്തെ അമ്മാൻ്റെ പട്ടിപ്പടിയാട്ടിൽ അമ്മാവി കൊണ്ടുവന്ന ആലോചന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകരുത്. കർത്താവിൻ്റെ ആലോചന കൊണ്ടുവരും. പക്ക തുണை ആര് കൊണ്ടുവരും? കർത്താവ് കൊണ്ടുവരും. അതാണ് ഇതിന്റെ വസ്തുത. ഇത് കൂട്ടിക്കെട്ടി നടത്തിയിട്ട് പോകുന്നവൻ പിന്നെ വിളിച്ചാൽ കിട്ടത്തില്ല, പരിധിക്ക് പുറത്താവും. മനസ്സിലായോ? അതുകൊണ്ട് ഓർത്തോണം, അബദ്ധം പറ്റരുത്. നമുക്ക് ആർക്കും പിശാചി വീട്ടിൽ കയറി കൂടിപ്പാർക്കുണ്ടാക്കുന്ന ഒരിടപാടിനും കൂടരുത്. അങ്ങനെ വന്നാൽ നമ്മുടെ വീട് എന്തായിരിക്കും? നിർഭയമസഭയായിരിക്കും. അടുത്തത് സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലം. അത് ആഹാരമൊക്കെ കഴിച്ച് സ്വൈര്യം കൂടെ വന്നിരിക്കുമ്പോൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഉള്ള സ്വൈര്യം പോകും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.